കോളേജിൻ്റെ കവാടാണ്, കോളേജിൻ്റെ പുറംഭാഗം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇൻഷാ അല്ലാ വലിയ കോളേജൊക്കെ എടുക്കണം, ഇൻ്റർനാഷണൽ ക്യാമ്പസ് ആക്കണം. അത് തൗഫീഖ് നൽകട്ടെ, പുതിയ കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള പെട്ടെന്ന് തന്നെ സാധിച്ചു തരട്ടെ ഇൻഷാ അല്ലാ. എന്നിട്ട് നമുക്ക് അവിടേക്ക് മാറണം. അപ്പം ബാക്കി നമുക്ക് നോക്കാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, മാഹിയ മസായിലുൽ ഖംസ് തുജാമിയു അൽ ഇലാഫത്ത് വല്ല അല്ല്. ഇലാഫത്ത് അല്ല് അലിഫ്ലാമും ഇലാഫത്തും ചേർന്ന് വരുന്ന 5 മസലകളുണ്ട്, 5 കാര്യങ്ങൾ. അത് ഏതൊക്കെയാണ്, 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, മുൻ വർഷങ്ങളിലൊക്കെ കുറേ പലതവണ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിച്ചു കാണും 5 കാര്യങ്ങൾ. 1, അൽ മുദാഫ് വസ്ഫൻ. മുദാഫ് എന്താവുക? വസ്വാവുക, സിഫത്ത് വിശേഷണമാവുക. മുസന്നൻ പറഞ്ഞാൽ 2 ആൾക്കാരല്ലേ, മുസന്നാവുക. ഓക്കെ, ഇവിടെ നോക്കാം. അല്ലോരിബ സെയ്ദിൻ. അല്ലോരിബ 2 ആൾക്കാർ, അടിച്ച ആൾക്കാർ ഏതൊക്കെ? 2 ആൾക്കാർ. സെയ്ദിൻ അടിച്ച ആൾക്കാർ 2. ലോരിബ എന്ന് അടിച്ചത് എന്നുള്ള ഒരു വിശേഷണമല്ലേ, അപ്പോൾ അത് അങ്ങനെ ആയി. ഒന്നങ്ങനെ മുലാഫ് വിശേഷണമാവുക, പിന്നെ അതുപോലെ തന്നെ മുസന്ന 2 ഉള്ളതാവുക. ഇനി അൽ മുലാഫു ജമ്മു മുദക്കർ സാലിം. മുലാഫ് ജമ്മു മുദക്കർ സാലിമാവുക. അല്ലോരിബു സെയ്ദിൻ. ലോരിബു ജമ്മു മുദക്കർ സാലിമ, ജമ്മാണ്, കുറേ ആൾക്കാർ ചെയ്തു, അടിച്ചത് കുറേ ആൾക്കാരാണ്. അങ്ങനെ ജമ്മു മുദക്കർ സാലിമാവുക. ഓക്കെ, 2 ഇതിൽ മൂന്നാമത്തത് അൽ മുലാഫിലേഹി ബിൽ അലിഫി വല്ലാമി. മുലാഫിലേഹി എന്താവുക? അലിഫ്ലാമുള്ളതാവുക. മുലാഫിലേഹി അലിഫ്ലാമി. ഫസ്റ്റത്തെ മുലാഫി, രണ്ടാമത്തെ എന്താണ്? മുലാഫിലേഹി. ഓക്കെ. അല്ലോരിബു റജുലി. അല്ലോരിബു അർ റജുലി. അവിടെ അർ റജുലി മുലാഫിലേഹി എന്താണ്? അലിഫ്ലാമുള്ളതാണ്. അങ്ങനത്തത് വരിക, അങ്ങനെ വന്നാലും ഓക്കെ. അങ്ങനത്തതും ഇത് രണ്ടും ഒരുമിച്ച് കൂടുന്നതാണ്. അലിഫ്ലാമും മുലാഫിലേയും ഒരുമിച്ച് കൂടുന്ന 5 മൂന്നാമത്തെ സ്ഥലമാണ്. ഇനി അടുത്തത് മുലാഫിലെ മുലാഫൻ. മുലാഫാണ്, ചേർക്കപ്പെട്ടതാണ്. ഇലാ മാ ഫീഹി അല്ല്. അല്ലുള്ള അലിഫ്ലാമുള്ള ഒന്നിലേക്ക് ചേർക്കപ്പെടുന്നത്. മുലാഫിലെ എങ്ങനെയാണ്? അല്ലുള്ള ഒന്നിലേക്ക് ചേർക്കപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണം ഇവിടെ അല്ലോരിബു റഅസുർ റജുലി. റഅസുർ റജുലിന ഇവിടെ ലോരിബ് അടിച്ചത് റഅസുർ റജുലി, റജുലിൻ്റെ തലയാണ്. അപ്പോൾ ഇവിടെ ഈ മുലാഫിലേഹി എന്നുള്ളത് റഅസാണ്. അപ്പോൾ ഈ റഅസ് എന്തിലേക്ക് ചേർക്കപ്പെട്ടതാണ്? നമ്മുടെ അലിഫ്ലാമുള്ള ഒന്നിലേക്ക് അർജുലു എന്നുള്ള അലിഫ്ലാമുള്ള ഒന്നിലേക്ക് ചേർക്കപ്പെട്ടതാണ്. അങ്ങനത്തെ ഒന്നാവുക. ഇനി അടുത്തത് അതേപോലെ തന്നെ ഈ ലൊമീറിൽ ഒന്നിലേക്ക് ചേർക്കപ്പെടുക. അൽ മുലാഫിലേഹി, 5ാമത്തെ മുലാഫിലേഹി എങ്ങനെ? ഫീഹി അതിലുണ്ട് ലൊമീറുണ്ട്. ആ മുലാഫിലേഹിൽ എന്തുണ്ട്? ലൊമീറുണ്ട്. ആയിദുൻ ഇലാ മാഫീഹി അല്ലെ, അല്ലുള്ള ഒന്നിലേക്ക് മടങ്ങുന്ന ഒരു ലൊമീറുണ്ട്. ഒരു മുലാഫിലേഹിൽ എന്തുണ്ട്? ലൊമീറുണ്ട്. ആ ലൊമീർ കൊടുക്കും മടങ്ങുന്നു? അലിഫ്ലാമുള്ള ഒന്നിലേക്ക് മടങ്ങുന്നു. മറർത്തു ബിറജുലി, ഞാനൊരു പുരുഷനെ കൊണ്ട് നടന്നു. അല്ലോരിബിൻ അടിക്കപ്പെട്ട. ആ ഉലാമുഹു ആരെ? അവൻ്റെ കുട്ടി അടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഉലാമുഹു ആ മുലാഫിലേഹി അതാണ്. ഇവിടെ അതിലെന്തുണ്ട്? ലൊമീറുണ്ട്. ആ ലൊമീർ കൊടുക്കും മടങ്ങുന്നു. ഹൂ എന്നുള്ള ലൊമീറുണ്ടല്ലോ, അത് കൊടുക്കും മടങ്ങണ്ടേ നമ്മുടെ അല്ലോരിബ് എന്നുള്ള അലിഫ്ലാമുള്ള ഒന്നിലേക്ക് മടങ്ങുന്നുണ്ട്. അങ്ങനത്തത്. ഇപ്പോൾ ഈ 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ എന്ത്? മുലാഫും അലിഫ്ലാമും ഒരുമിച്ച് വരും. അങ്ങനത്തെ 5 കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട കേട്ടോ, മറക്കണ്ട. ഇനി നമുക്ക് അടുത്ത ബാബുക്ക് നോക്കാം. അപ്പോൾ ഈ ബാബു കഴിഞ്ഞു. അടുത്ത ബാബുക്ക് എന്തൊക്കെ റാഹത്ത് തന്നെയല്ലോ മൊത്തത്തിൽ. വീട്ടിലേക്ക് വിളിക്കലുണ്ടോ? വിവരങ്ങളൊക്കെ പറയും. വീട്ടിലേക്കൊക്കെ വിളിക്കലുണ്ടോ? എന്തൊക്കെ വീട്ടിലേക്കൊക്കെ ഇടയ്ക്ക് വിളിക്കണം, വിവരങ്ങൾ അന്വേഷിക്കണം. നമ്മളിപ്പോൾ വലിയ വീട്ടിലായില്ലേ, SLC കഴിഞ്ഞ വീട്ടിലായി. അപ്പോൾ ഇടയ്ക്കൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കണം. എന്നാലും നമുക്ക് ഇനി അടുത്ത ബാബു നോക്കാം. ഇസ്മുൽ ഫീൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇസ്മുൽ ഫീൽ എന്താണ്? ഇസ്മു ഫീൽ പറഞ്ഞാൽ ഫീലിൻ്റെ അതേ അമൽ ചെയ്യുന്ന ഇസ്മുകളാണ്. ഇസ്മാണ്, പക്ഷേ അതെന്ത് ചെയ്യും? ഫീലിൻ്റെ അതേ അർത്ഥത്തിലുള്ളത്. അതുപോലെ തന്നെ ഫീൽ ചെയ്യണ അതേമാതിരി എന്ത് ചെയ്യും. അതായത് നമ്മളിപ്പോൾ മുലാരിയാവുമ്പോൾ എന്ത് ചെയ്യും? റഫയും നെസ്ബയും ജെറ് അല്ലെങ്കിൽ ഇതിന് കഴിയുന്ന നെസ്ബി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഫീലിൻ്റെ അതേ അമൽ ചെയ്യും. നോക്കാം. അപ്പം ഈ അതേമാതിരി ഫീലിന് അതേ അമൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫീലല്ല, പക്ഷേ ഇസ്മാണ്, പക്ഷേ ഫീലിന് അതേ അമൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അതാദ്യം പറയാം. മാ യമലു അമല ഫീലി. മാ ഒന്നാണ്. യമലു അമല ഫീലി, ഫീലിൻ്റെ അമൽ ചെയ്യുന്ന ഒന്ന്. അപ്പോൾ അത് മിൻ അസ്മാ ഇസ്മുകളിൽ നിന്ന് കം ഹിയ എത്ര ഉണ്ട്? മാഹിയ ഏതൊക്കെയാണ്? ഫീലുകളിൽ നിന്നും ഇസ്മുകളിൽ നിന്നും ഫീലിനെ അതേ അമൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? എത്രണ്ണാണ്? ഏതൊക്കെയാണ്? സബത്തിന് എത്രണ്ണാണ്? 7 എണ്ണം. അതിൽ പെട്ടാണ് ഇസ്മുൽ ഫീൽ. 1 ഇസ്മുൽ ഫീൽ, പിന്നെ 2ാമത് മസ്തർ, 3 ഇസ്മുൽ ഫായിൽ, 4 ഇസ്മു മഫൂൽ, ഇസ്മു തഫ്ലീൽ, സിഫത്ത് മുഷബ്ബഹ, അൽ മിസാൽ. ഈ 7 കാര്യങ്ങളാണ് ഇസ്മുകളിൽ പെട്ടതാണ്, പക്ഷേ ഫീലിൻ്റെ അതേ അമൽ ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ പഠിച്ചേക്കണം 7 എണ്ണം. ഈ ഇസ്മുൽ ഫീൽ സലാസത്ത് അക്സാമു. ഇസ്മു ഫീൽ നമ്മൾ പറഞ്ഞു, ഇസ്മു ഫീൽ 3 കിസ്മാണ്. ഫീലിൻ്റെ അതേ അമൽ ചെയ്യുന്ന ഇസ്മുകൾ 3 കിസ്മാണ്. ഒന്ന് മാ സുമ്യ ബിഹി അൽ മാദി. മാ ഒന്നാണ്. സുമ്യ ബിഹി മാദി എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അയ്ഹാത്തിൻ്റെ അർത്ഥം എന്താണ്? വിദൂരത്തായെന്ന്. അയ്ഹാത്ത എന്നുള്ള ശരിക്കും ഇസ്മാണ്, പക്ഷേ അതിൻ്റെ അർത്ഥം വരുന്നത് വിദൂരത്തായെന്നാണ്. ഫീലിൻ്റെ അർത്ഥമാണ്. ഷത്താന എന്ന് പറഞ്ഞാൽ ഷത്താന പറഞ്ഞാൽ വേർപിരിഞ്ഞു എന്നാണ്. അതും മാദിയുടെ അതേ അർത്ഥം വരുന്നതാണ്.
ഓക്കെ. അപ്പോൾ ഒന്നാമത്തത് മാലിൻ്റെ അർത്ഥം വരുന്നത്, രണ്ടാമത്തത് മാ സുമിയ ബിഹിൽ മുലാരി, മുലാരിയുടെ അർത്ഥം വരുന്നത്, മുലാരിയുടെ പേര് വെക്കപ്പെട്ടത്, അതായത് മുലാരിയുടെ അർത്ഥം വരുന്നത് വൈ അവ്വ ഉഫിൻ. പിന്നെ മൂന്നാമത്തെ മാ സുബിയ ബിഹിൽ അമ്മ, അമ്ര കൊണ്ട് പേര് വെക്കപ്പെട്ടത് അമ്മ. ഒന്ന് സ്വഹ് ദൂനക്. ഓക്കെ. അപ്പോൾ ഇതിൽ 1, 2, 3, ഒന്ന് മാലി കൊണ്ട് പേര് വെക്കപ്പെട്ടത്, 2 മുലാരി കൊണ്ട് പേര് വെക്കപ്പെട്ടത്, 3 അമ്ര കൊണ്ട് പേര് വെക്കപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ അതിന് മാലിയുടെ അർത്ഥം ഉണ്ടാവും, അമ്രിൻ്റെ അർത്ഥം ഉണ്ടാവും, മുലാരിയാണ് മുലാരിൻ്റെ അർത്ഥം ഉണ്ടാവും, അങ്ങനെയുള്ളത്. ഓക്കെ. അപ്പോൾ അടിയിൽ കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. ഈ മാ ഹുവ അഹ്കാം ഇസ്മുൽ ഫീൽ, ഇസ്മു ഫീലിൻ്റെ ഹുക്കുമുകൾ എന്താണ്, ഇസ്മുൽ ഫീലിൻ്റെ ഹുക്കുമുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലാ യതഅഖറു അനിൽ മഅമൂലി, അത് തന്നെ മഅമൂലിനെ തൊട്ട് എന്ത് ചെയ്യില്ല, പിന്തി വരില്ല. ഉദാഹരണം അലൈക സെയ്ദുൻ, അലൈക സെയ്ദുൻ എന്നാണ്. ഇവിടെ മഅമൂലിനെ തൊട്ട് പിന്തുകയില്ല, അലൈക്ക എന്നാണ്. ശരിക്കും ഇസ്മു ഫീൽ ഏതാണ് ഇവിടെ, അലൈക്ക, നിൻ്റെ മേലിൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നിൻ്റെ മേലിൽ അലൈക്ക പറഞ്ഞാൽ ശരിക്കും അർത്ഥം ഇൽസം, നിൻ്റെ മേലിൽ നിർബന്ധമാണ് സെയ്ദാൻ. അപ്പോൾ ഇവിടെ സെയ്ദുൻ അലൈക്ക എന്ന് വരില്ല, ഇത് അലൈക്ക എന്ന ഇസ്മു ഫീൽ മുന്തിട്ടേ വരുള്ളൂ, അല്ലാതെ പിന്തി വരില്ല. സെയ്ദിന് ശേഷം വരില്ല, സെയ്ദിന് മുമ്പേ വരുള്ളൂ. ഓക്കെ. ഇനി അടുത്ത ഹുക്കുമ് യജ്സിമുൽ മുലാരി ഫി ജവാബി തൊലബി, ഫീൽ മുലാരിക്ക് ജസ്മയും ഫി ജവാബി തൊലബി, തൊലബീൻ്റെ ജവാബിൽ ഉത്തരത്തിൽ എന്ത് ചെയ്യും, ജസ്മയും. മക്കാനക്ക തുഹ്മദി എന്നുള്ളടത്ത് ലാസ്റ്റ് സുക്കും ചെയ്യും, ജസ്മയും. അതുപോലെ ലാ ഇംസിബുൽ മുലാരി, മുലാരിക്ക് നെസ്ബയില്ല, വയദ ഫായി തൊലബി, തൊലബീൻ്റെ ഫായിനേഷം എന്ത് ചെയ്യില്ല, മുലാരിക്ക് നെസ്ബ ചെയ്യുകയില്ല. കോമൺ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. ഇനി അടുത്തത് ലിമാല യജൂസ് അൻ യുക്കാല സെയ്ദുൻ അലൈക്ക, നമ്മൾ പറഞ്ഞു അലൈക്ക സെയ്ദെന്ന് പറയാനായിട്ടുള്ളൂ. ഇവിടെ ഒരു ചോദ്യമാണ്, ബുക്ക് കിതാബിലൊക്കെ ഉള്ളതാണ്. സെയ്ദുൻ അലൈക്ക എന്നത് എന്തുകൊണ്ട് പറയാൻ പറ്റുകയില്ല, ഒരു ചോദ്യമാണ്. അപ്പോൾ അതിന് ഉത്തരം മിൻ ഹുക്കും ഇസ്മുൽ ഫീൽ, ഇസ്മുൽ ഫീലിൻ്റെ ഹുക്കുമിൽ പെട്ടതാണ് അല്ല യതാഖറൻ മാമൂൽ, മാമൂലിനെ തൊട്ട് പിന്താതിരിക്കണം എന്നുള്ളത്. അപ്പം മാമൂൽ ആദ്യം വരണം, അതിനെ തൊട്ട് ഈ ഇസ്മു ഫീൽ ആദ്യം വരണം, അപ്പോൾ പിന്തരുത് എന്നുള്ളത് ഇതിൻ്റെ ഹുക്കുമിൽ പെട്ടതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ്, സെയ്ദുൻ അലൈക്ക എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറയേണ്ടത് സവാബു, ശരിയായത് ശരി, അലൈക്ക സെയ്ദുൻ എന്നാണ്, അലൈക്ക സെയ്ദുൻ എന്നാണ് പറയേണ്ടത്. ഓക്കെ. ഈ ഇസ്മു ഫീലിൽ പെട്ട കാര്യങ്ങൾ ഓരോന്ന് ഏതൊക്കെയാണ്, ഫീൽ അതിൻ്റെ അർത്ഥം എന്താണ്, പിന്നെ ഏത് കിസ്മ് പെടും. നമ്മൾ പറഞ്ഞ 3 കിസ്മ്, മുലാരി മാലി അമ്ര എന്നുള്ള 3 കിസ്മിൻ്റെ അർത്ഥം വരെ പറഞ്ഞ കിസ്മുണ്ടാകുന്ന പറഞ്ഞു. അപ്പോൾ കള്ളിയിലാക്കി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ സുഖമാണ്. ഓക്കെ. അപ്പോൾ ഓരോന്നിൻ്റെ അർത്ഥം ബേസ് ചെയ്ത് പഠിക്കും. അതിൽ അസ്മാവുൽ അഫാൽ ഇസ്മു ഫീൽ, പിന്നെ രണ്ടാമത്തെ കളിയിൽ മാന, അതിൻ്റെ അർത്ഥം, മൂന്നാമത്തെ കിസ്മ ഏതാണെന്ന്. ചിലപ്പോൾ അത് പൂരിപ്പിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ചേരുമ്പടി ചേർക്കാനുണ്ടാവും, അങ്ങനെയൊക്കെ വരും. 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒക്കെ നോക്കി വെക്കുക. ഒന്നാമത് സ്വഹ്, സ്വഹ് എന്ന് പറഞ്ഞാൽ ഇസ്കുത്ത്, നീ എന്ത് ചെയ്യണം, മിണ്ടാതിരിക്കണം, അത് ഇസ്കുത്ത്. അപ്പോൾ ഫീൽ അമ്രാണ് ആ കിസ്മ. അലൈക്ക, അലൈക്ക പറഞ്ഞാൽ ഇൽസം, നിൻ്റെ മേലിൽ നിർബന്ധമാണ്, ഫീൽ അമ്രാണ്. ദൂനക്ക ഹുദ്, നീ പിടിക്ക്, ദൂനക്ക പറഞ്ഞാൽ ഹുദ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സാധനങ്ങൾക്ക് ഹുദിൻ്റെ പകരം എന്ത് ഉപയോഗിക്കുക, ദൂനക്കാന്ന് ഉപയോഗിക്കുക. ഇതൊക്കെ ഈ ദൂനക്ക അലൈക്ക സ്വഹന്നൊക്കെയുള്ളൊക്കെ ഇസ്മു ഫീലാണ്, ഇസ്മാണ്, പക്ഷേ അത് ഫീലിൻ്റെ അതേ അർത്ഥങ്ങൾ, ഫീലിൻ്റെ അതേ അമൽ ചെയ്യും. ഓക്കെ. അപ്പോൾ 3 ഫീൽ അമ്പർ പറഞ്ഞു. അടുത്ത് ഐഹാത്ത ബൗദ, വിദൂരത്തായി, ഫീലു മാലിയാണ്. ഷത്താന ഇഫ്തറക്ക, വേർപിരിഞ്ഞു, ഫീലു മാലി. ഇനി വൈ, അതായത് അജബ, അജബ വൈ എന്ന് പറഞ്ഞാൽ ഫീലു മുലാരി, അത്ഭുതപ്പെടും. വവ്വ അത്തവജ്ജു, വേദനിക്കും, ഫീൽ മുലാരി. അഫിൻ അത്തലജറു. അപ്പോൾ അങ്ങനെ ഈ സാധനങ്ങളൊക്കെ എപ്പുറത്തുള്ള കള്ളികളിലൊക്കെ ഫീല് ഇസ്മുകളാണ്. അത് നമുക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ അർത്ഥം കേട്ടില്ലേ, മുലാരിൻ്റെ മാലിൻ്റെ അമ്രിൻ്റെ അർത്ഥങ്ങളാണ്. അതൊക്കെ ആ രീതിയിൽ എന്ത് അമല് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഇസ്മു ഫീലുകൾ ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ഇസ്മു ഫീൽ ഏതൊക്കെ ചോദിക്കും. അപ്പോൾ ഇതാണ് ഇസ്മു ഫീലുള്ള കാര്യങ്ങൾ, ഉദാഹരണം ഇതാനൊക്കെ ഉണ്ടാവും. ഇനി അടുത്ത ബാബ, അപ്പോൾ ഇസ്മു ഫീൽ കഴിഞ്ഞ് ഇനി അതിൽ അടുത്തപ്പെട്ടാണ് നമ്മൾ പറഞ്ഞത് മസ്തർ. അപ്പോൾ ഈ അമൽ, ഫീലിൻ്റെ അമൽ ചെയ്യുന്ന ഇസ്മുകളിൽ പെട്ടത് ഒന്ന് കഴിഞ്ഞു. രണ്ടാമത്തത് മസ്തർ, അമാലുൽ മസ്തർ, മസ്തറിൻ്റെ അമൽ. അപ്പോൾ മസ്തറിന് നമുക്ക് നോക്കാം. അൽ മസ്തറു, മസ്തർ ഓ ഇസ്മുൻ ദാലുൻ അല ഹദസിൻ, ഒരു ഇസ്മാണ്. ദാലുൻ അല ഹദസിൻ, ഒരു സംഭവത്തിൻ്റെ മേലെ അറിയിക്കുന്ന ഒരു ഇസ്മ, സംഭവം നടന്നതിന്. അപ്പോൾ ലൊർബുൻ, അടിക്കൽ, ലൊർബുൻ എന്ന് പറഞ്ഞാൽ അടി, അല്ലെ അടിക്കൽ എന്നൊക്കെ ഉപയോഗിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സമാനിയത്ത് ഷുറൂത്തിൻ ലി അമാൽ മസ്തർ, മസ്തർ അമൽ ചെയ്യാൻ 8 ഷർത്തുകൾ. എത്ര ഷർത്ത്, ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും, മസ്തർ അമൽ ചെയ്യാൻ എത്ര ഷർത്തുകളുണ്ട്, 8 ഷർത്തുകൾ. അപ്പോൾ അതിലൊരു ചോദ്യം അങ്ങനെ കൊടുക്കാം. മസ്തറുകൾ അമൽ ചെയ്യാൻ 8 ഷർത്തുകൾ ഒന്ന് നോക്കാം നമുക്ക്. ഒന്ന്, അല്ല യക്കുന്ന മസ്തർ മുതാഖിറ, മുതാഖിറ എന്ന് പറഞ്ഞാൽ പിന്തരുത്. നിങ്ങൾ ഫിക്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പിന്തി വരരുത്, ഇമാമിനെ തൊട്ട് പിന്തരുത്, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. രണ്ടാമത് അല്ല യക്കുന്ന മസ്തർ മുസാഖറൻ, മുസാഖറ എന്ന് പറഞ്ഞാൽ തെസീറാക്കുക. ഇപ്പം അബുദ് പറഞ്ഞാൽ അടിമ, അതിൻ്റെ ചെറിയ അടിമക്ക് എന്ത് പറയും, ഉബൈദ്, അങ്ങനെ തസ്ഖീറാക്കും ഒരു വസൻ. ഫുഐൽ വസില്ല, ഫുലൈൽ, ഫലൈൽ, ഫുലൈൽ, അങ്ങനെ അതിന് തസ്ഖീറാക്കാന്ന് പറയാം. ചെറുതാക്കണേനെ എന്ത് പറയും, മുസഖർ എന്ന് പറയും. അപ്പോൾ മുസഖറാക്കാൻ പറ്റൂല. ഇനി ലാ യകൂന മുദ്മറൻ, എന്ത് മുദ്മർ, ലോഹിർ മുദ്മർ, ലോഹിർ പറഞ്ഞാൽ പ്രകടമായ, മുദ്മർ പറഞ്ഞാൽ അവ്യക്തമായത്. അപ്പോൾ അങ്ങനെ പറ്റുകയില്ല. ലാ യകൂന മെഹദൂദൻ, പ്രത്യേകം അതിൽ നിശ്ചയിക്കപ്പെടുക, ഇത്ര പറ്റുള്ളൂ, അങ്ങനെയുള്ള അത് അങ്ങനെ ആക്കാൻ പറ്റില്ല, പ്രത്യേകം തഹദീദാക്കാൻ പറ്റുകയില്ല. പിന്നെ ആ യഹില്ലൽ ഫീലു മാ
ഔ അൻ മഹല്ലൽ മസ്തരി അയ്യഹിലൽ ഫീലു ഈ ഫീൽ ഇറങ്ങണം എന്തിന് മായുടെ സ്ഥാനത്ത് ഇറങ്ങണം അല്ലെങ്കിൽ എന്ത് ഔ അന്നിൻ്റെ സ്ഥാനത്ത് മഹല്ലൽ മസ്തരി നമ്മൾ പറഞ്ഞു മസ്തർ എന്ത് ഇത് ഈ ഫീൽ എന്തിൻ്റെ സ്ഥാനത്ത് ഇറങ്ങണം മായുടെ അർത്ഥത്തിലോ അല്ലെങ്കിൽ എന്നുള്ള സ്ഥാനത്ത് അതായത് അത് ഉപയോഗിക്കും മായോ അല്ലെങ്കിൽ അന്നോ ഉപയോഗിക്കുന്ന സാധനമായിരിക്കണം. ആറാമത്തെ അല്ലായക്കുന മഹദൂഫൻ അത് മസ്തർ എന്ത് ചെയ്യണം കളയപ്പെടരുത് അത് എന്തായാലും വേണം. ഇനി ലായക്കുന മഫ്സൂലൻ മാമൂലിനെ തൊട്ട് വേർപിരിക്കത് ആവരുത്. ലാസ്റ്റ് ലായക്കുന മൻഊത്തൻ കബല തമാമി അമല് പൂർത്തിയാവുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക നേരത്ത് പറയപ്പെട്ട വിശേഷം നൽകപ്പെട്ടതാവരുത് ഇതൊന്നും ആവരുത്. നമ്മൾ പറഞ്ഞു ഈ അമല് മസ്തർ ആകുമ്പോൾ മസ്തറിനുള്ള ഷർത്താണ് ഈ 8 എണ്ണം. പിന്തി വരരുത്, അതുപോലെ തന്നെ മുസഗറാക്കരുത്, മുഹമ്മർ അവ്യക്തമായതാക്കരുത്, മഹദൂദൻ പ്രത്യേകം അതിന് നിശ്ചയിക്കപ്പെട്ടതാക്കരുത്, അങ്ങനെയൊന്നും പറ്റില്ല. അങ്ങനെ ഈ 8 കാര്യങ്ങൾ പഠിച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എൻകസിമുൽ മസ്തറുൽ ആമിലു ഇലാ സലാസത്തി അക്സാമിൻ മാഹിയ. മസ്തറിൻ്റെ ആമിലുകൾ 3 കിസ്മാണ്, 3 കിസ്മാക്കപ്പെടും. ഒന്ന് മുലാഫ് മസ്തറിൻ്റെ ആമിൽ, നമ്മൾ ആമിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പോൾ മസ്തറിൻ്റെ ആമിലുകൾ 3 കിസ്മാക്കപ്പെടും. ഒന്ന് മുലാഫ്, 2 മുനവ്വന്, 3 മക്രൂനം ബിൽ അലിഫ്ലാം കൊണ്ട് ചേർന്ന് വന്നത്. ഒന്നാമത്തെ മുലാഫായിട്ട് വരും. അപ്പോൾ മസ്തർ എന്തായിട്ട് വരും? 3 ഇതായിട്ട് വരും, ടൈപ്പായിട്ട് വരും. ഒന്ന് മുലാഫായിട്ട് വരും, ദഫ് ഉള്ള അള്ളാഹുവിൻ്റെ തടയൽ, അള്ളാഹുവിൻ്റെ. അപ്പോൾ ദഫ് എന്നാണ് മസ്തർ, പക്ഷേ എന്താ ഇത് ദഫ് ഉള്ള മസ്തർ മുലാഫായിട്ട് വന്നു. ഇനി മുനവ്വനൻ തെൻവീൻ ചെയ്യപ്പെട്ടെ ഇത്ആമുൻ ഫി യൗമിൻ ദി മസാബ നിങ്ങൾ ആയത്താണ്. അപ്പോൾ ഇത്ആമുൻ ഭക്ഷണം കൊടുക്കൽ. അപ്പോൾ ഇത്ആമുൻ എന്ന് പറഞ്ഞാൽ മീമിനെ തന്നെ തെൻവീൻ ഉണ്ട്, അങ്ങനെ തെൻവീൻ ചെയ്യപ്പെട്ടതാവാം. ഇത് മസ്തറാണ് പക്ഷേ തെൻവീൻ ചെയ്യപ്പെട്ടു. ഈ മക്രൂനം ബിൽ അല്ല് കൊണ്ട് എന്ത് ചെയ്യുക? യോജിച്ച് വരിക. അപ്പോൾ അല്ലുള്ളതാവുക. അപ്പോൾ റിസ്കിൽ മുസിയെ. അപ്പോൾ റിസ്കിന് എന്ത് ചെയ്യുക? റിസ്കിൽ മസിയെ. ഇവിടെ റിസ്കിന് എന്ത് ചെയ്തു? അലിഫ്ലാം വന്നു, അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ 3 എണ്ണമാണ് മസ്തറിൻ്റെ 3 ഇനങ്ങൾ. ഇനി എക്സ്ട്രാ വേറെ പോയിന്റ്, ഫിൽ മസ്തറിൽ ആമിലിൻ്റെ മസ്തറിൻ്റെ ആമിലിൽ എന്തുണ്ടാവും? ഫൽ മുലാഫു. ഇവിടെ മുലാഫാവും മുനവ്വനാവും, അതുപോലെ മക്രൂനം ബിൽ അല്ലാവും എന്ന് പറഞ്ഞു. ഇവിടെ വൽ മുലാഫു ഇത് പൂരിപ്പിക്കാനൊക്കെ ചിലപ്പോൾ വരും. വൽ മുലാഫ് ആകുന്നത് യക്കൂനു ഡാഷ് എന്താണ്? ഉത്തരാണ് അപ്പുറത്തുള്ളത്. അക്സറു ഇസ്തിമാലൻ ഏറ്റവും ഉപയോഗിക്കുന്നത് ഈ മുലാഫാണ്. ഇനി വൽ മുനവ്വന അക്കിയസു ഇസ്തിമാൽ ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത്. വൽ മക്രൂനും ബിൽ അല്ല് എന്നുള്ളത് അല്ല് ചേർന്ന് വരുന്നത്. ഇതിൽ കിസ്മുകളിൽ 3ാമത്തെ കിസ്മായിട്ട് അല്ല് ചേർന്ന് വരുന്നത് ഷാദുൻ. അത് ഉപയോഗിക്കാറില്ല, അത് വരാറില്ല, ഷാദാണ്. എല്ലാവരും ഇവിടെ ഇല്ലേ? നോക്കിട്ടോ. കൂടുതൽ പോരി, നമുക്ക് അടുത്ത് പെട്ടെന്ന് കഴിയാനായി. ഇനി അടുത്ത് മസ്തർ കഴിഞ്ഞു. ഇനി ഇസ്മു ഫായിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1ാം ക്ലാസ്സിലെ പഠിക്കുന്ന സാധനമാണ്. ഇസ്മു ഫായിൽ എന്താണ്? ഒന്ന് ഇസ്മു ഫായിൽ വസ്ഫുൻ ദാലുൻ അൽ ഫീലിൻ്റെ മേലെ അറിയിക്കുന്നവ സ്വാഹിബി അത് ചെയ്ത ആളുടെ മേലെ അറിയിക്കുന്ന വസ്ഫിനാണെന്ന് പറയാം ഇസ്മു ഫായിൽ എന്ന് പറയാം. ഉദാഹരണം ലൊറബൻ്റെ എന്ത്? ലോരിബുൻ, കത്തല കാത്തിലുൻ, കത്തബ കാത്തിബുൻ, അങ്ങനെ ഫായിൽ വസീലിൽ വരുന്നത്. അതുപോലെ 4 അർക്കാണ്. അർഫാണെങ്കിൽ മഫ്ഇലുൻ വസീൽ, മുക്രിമുൻ എന്നുള്ള വസീലിൽ വരുന്നത്. ഓക്കെ, അതാണ് ഇസ്മു ഫായിൽ. ഇനി ഇൻ കാനൽ മക്രൂനും ബിൽ അല്ല് കൊണ്ട് ചേർന്ന് വരിക, മഫൂല് മക്രൂന് അലിഫ്ലാം കൊണ്ട് ചേർന്ന്, മക്രൂൻ എന്ന് പറഞ്ഞാൽ ചേർന്ന് വരിക, യോജിച്ച് വരുന്നതാണെങ്കിൽ, അങ്ങനെ ചേർന്ന് വരുന്നതാണെങ്കിൽ എന്ത് ചെയ്യും? ഈ അമൽ മുത്തലക്ക് അത് നിരുപാധികം എന്ത് ചെയ്യും? അമൽ ചെയ്യും. അതിന് പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ല. അല്ലോരിബ ജെയ്ദൻ എന്നുള്ളതുപോലെ. ഇനി മാഹിയ ഷർത്താനിൽ അമൽ ഇസ്മു ഫായിൽ മുജറദ് ബിൽ ഇനി അല്ലില്ലാതെ, ഇപ്പോൾ അല്ലുള്ളതാണ് അല്ലോരിബും ജെയ്ദൻ എന്നുള്ളത്. ഇവിടെ അല്ലോരിബ് എന്നുള്ളത് എന്തുണ്ട്? അലിഫ്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് സാധാരണ പോലെ അമൽ ചെയ്യും. ഇനി അല്ലില്ലാത്തതിലാണെങ്കിൽ അവിടെ 2 ഷർത്ത് ഉണ്ട്. എന്തൊക്കെയാണ് 2 ഷർത്ത്? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷർത്ത് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഓരോന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇപ്പോൾ ഈ ഇസ്മു ഫായിലാകുമ്പോൾ അതിങ്ങനെ വരും. ഉദാഹരണം ബേസ് ചെയ്തിട്ട് കാണാൻ പഠിച്ചിങ്ങനെ പോയാൽ മതി. അപ്പോൾ ഉദാഹരണം വരുമ്പോൾ നമുക്ക് ആ ഷർത്തുകളൊക്കെ ഓർമ്മ ഉണ്ടാവും. ഇവിടെ ഒന്ന് കൗനു ഹാലൻ, ഒന്നെന്തായിരിക്കണം? ഇസ്മു ഫായിൽ ഹാലായിരിക്കണം. ഔ ഇസ്തിഖ്ബാലൻ അല്ലെങ്കിൽ മുസ്തഖ്ബിലായിരിക്കണം. രണ്ടാമത്തത് ഏത്തിമാദു അല നഫി പറഞ്ഞാൽ ഇല്ല, മാ ലാ എന്നൊക്കെ ഉപയോഗിക്കണം. ഔ ഇസ്തിഫാമൻ ഓ മൗസൂഫിൻ സിഫത്തിൻ്റെ മേലിൽ ഉള്ളതായിരിക്കണം. ഇവിടെ ഈ ഉദാഹരണം മിസാല് ഇന്നല്ലാഹ ബാലു അംരി, ഇവിടെ ബാലു ഇസ്മു ഫായിലായിട്ട് വന്നു, അങ്ങനെ വരുന്നത്. ഓക്കെ, ഇവിടെ അലിഫ്ലാമില്ല. ഇവിടെ ആലായിട്ടോ ഇസ്തിഖ്ബാലായിട്ടൊക്കെ വരാം, അങ്ങനെ വന്നത്. ഓക്കെ, ഇനി അടുത്ത ബാബ് കഴിഞ്ഞ് പെട്ടെന്ന് തീർത്ത് നമുക്ക് പോവാം. സിമ്പിളാണ്. അൽ മിസാൽ അംസിലത്തിൽ മുബാലത്തിൻ്റെത് കേട്ടിട്ടുണ്ടോ? ദീർഘിപ്പിച്ച് പറയാം. അപ്പോൾ അടിച്ചു, നന്നായി അടിക്കുന്നവൻ എന്നുള്ളതൊക്കെ. അടിക്കുന്നവൻ എന്നുള്ളത് എന്തായിരിക്കും? നന്നായിട്ട് അടിക്കുന്നവൻ, നന്നായിട്ട് കേൾക്കുന്നവൻ എന്ന് പറയല്ലോ. സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നവൻ, അതിനാണ് എന്ത് പറയുക? അത് അധികരിപ്പിച്ച് പറയാം. അപ്പോൾ അതിനാണെന്ത് മിസാൽ എന്ന് പറയാം. അംസിലത്തുൽ മുബാല എന്നും പറയും. അൽ മിസാൽ ഹുവ വസ്ഫുൻ ഒരു വിശേഷണമാണ്. ഹുവ്വിലൽ മുബാലാത്തി അധികരിപ്പിക്കാൻ വേണ്ടി ഹുവ്വില മാറ്റപ്പെട്ടിരിക്കുന്നു. തക്സീരിന് അധികരിപ്പിക്കാനും ഫീൽ എന്തിൽ ഫീലിൽ പ്രവർത്തനത്തിലൊന്ന് ജാസ്തിയിലാണ്, സ്ട്രോങ് ആണെന്ന് അറിയിക്കാൻ നോക്കാം. അപ്പോൾ സിയ ഉൽ മുബാലത്തിൻ്റെ വസിന ഏതാണെന്ന്
ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും മുബാലാത്തിന് വസിന് ഏതൊക്കെയാണ്. ഒന്ന് ഫആലുൻ, ലൊറബൻ എന്ത് ലൊറാബ് എന്നാവും. ലോരിബ് എന്ന് പറഞ്ഞാൽ അടിച്ചവൻ, ലൊറാബ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അടിക്കുന്നവൻ. അർഫ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അർത്ഥം കൂടും. ലാബിസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുന്നവൻ. ലബ്ബാസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നല്ല ഉഷാറായിട്ട് വസ്ത്രം ധരിക്കുന്നവൻ. ഇനി ഫഊലുൻ ലൊറൂബുൻ, ഫഊലുൻ രണ്ടാമത്തെ വസിന് ഫഊലുൻ. ഇനി മൂന്നാമത്തെ മിഫ്ആലുൻ മിൻഹാർ. ഫഈലുൻ സമീഉൻ, നിങ്ങൾ സമീഉൻ ബസീറുൻ അലീമുൻ കുറേ ഖുറാനിൽ കുറേ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കേൾക്കുന്നവൻ എന്നുള്ള അർത്ഥവൻ. ഫഇല എന്നല്ല കേട്ടോ, ഫഇലുൻ എന്നാണ്. ഫഇലുൻ എന്നാണ്, ഫഇല എന്നല്ല. അലിഫ് ഫത്ത് ഒഴിവാക്കിയിട്ട് ലുന്നാക്കുക, അലിമുന്ന. ഓക്കെ, അങ്ങനെ ആ വസീൻക്ക് മാറ്റുക. ഫഹിമുൻ എന്നുള്ള വസീൻക്ക് ആക്കുക. ഇനി മാ ഹിയ അക്സർ ഇസ്തിമാൽ മിൻ സിയൽ മുബ. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? 5 പറഞ്ഞല്ലോ. ഈ 5 ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫആല് മിഫ്ആല് ഫഊല്. ഫആല് മിഫ്ആല് ഫഊല്. ഫആലുനോ മിഫ്ആലുനോ ഫഊലു ബികസറത്തിൻ അൻ ഫായിലിൻ ബാദിലു. നിങ്ങൾ അൽഫിയ പഠിക്കും. ഫിൽ ക്ലാസ്സിൽ നഹ്വൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബൈത്തായിട്ട് പാടും, പഠിക്കണ്ടേ 1000 ബൈത്ത്. അപ്പോൾ അതിലുള്ള ഒരു ബൈത്താണ് ഈ നമ്മളെ അഫ്ദൽ തഫ്ദീലിലെ ഇസ്മത്ത് മുബാലാത്തിൻ്റെ ബൈത്താണ്. ഫആലുനോ മിഫ്ആലുനോ ഫഊലു ബികസറത്തിൻ അൻ ഫായിലിൻ ബാദിലു. ഈ 5 സിയാകളൊക്കെ ഒരു ബൈത്തായിട്ട് പഠിച്ചാൽ മതി. നമ്മൾ നഹ്വൊക്കെ പഠിച്ചു പോകുമ്പോൾ 1ാം ക്ലാസ്സിന് ഇന്ന വഅന്ന ലൈത ലാകിന്ന ലാൽ കഅന്ന അക്സു മാലികാന മിൻ അമൽ. അതേമാതിരി ഇതാണ് നമ്മൾ മൊറോക്കോ. ക്ലാസ് കഴിഞ്ഞിങ്ങനെ പോവാണ്. നമ്മുടെ പള്ളി ക്ലാസ് കഴിഞ്ഞ് റൂമിൽ പോവാണ്. അവിടെ ഫുൾ വീടുകളൊക്കെ ഇങ്ങനെയാണ്. അതായത് ചെറിയ ചെറിയ വീടുകൾ കുറവാണ്. ചെറിയ ചെറിയ വീട്ടിലൊക്കെ വലിയ വലിയ ആൾക്കാരുണ്ടാവുള്ളൂ. അധികം ആൾക്കാർ താമസം എന്താണ് ഫ്ലാറ്റ് മോഡൽ ഇതേമാതിരി ഒന്നിച്ചുള്ള ഇതിലാണ്. അപ്പോൾ കാറൊക്കെ ഫുൾ പാർക്കിങ് റോഡ് സൈഡിലായിരിക്കും. ഇപ്പോൾ ഫുൾ ലക്ഷറി കാർ. ഇപ്പോൾ എല്ലാവരും പോയതുകൊണ്ട് രാവിലെയൊക്കെ ആണെങ്കിൽ ഫുൾ കാറാവും, രാത്രിയൊക്കെ ആകുമ്പോൾ ഫുൾ. പിന്നെ റേഞ്ച് റോവർ, നമ്മൾ പള്ളി. ടീം ടഫ് കളിക്കുന്നുണ്ട്. പറഞ്ഞില്ലേ ഫുൾ വണ്ടികളാണെന്നില്ല. നല്ല വിൻറ്റേജ് നല്ല സ്റ്റൈലിഷ് വണ്ടിയൊക്കെ ഉണ്ട്. VM ഇതാ 10ൽ 1 VM ആണ്. അടുത്ത VM ഇതാണ്. ഫുൾ വണ്ടികളാണ് റോഡ് സൈഡിൽ. അപ്പോൾ വെൽക്കം ടു മൊറോക്കോ. അടുത്ത വേൾഡ് കപ്പ് നമ്മൾ മൊറോക്കോയിലാണ്. 2030 വേൾഡ് കപ്പ്. അപ്പോൾ നമുക്ക് മൊറോക്കോയിലേക്ക് വരാം. വെൽക്കം വെൽക്കം. അവിടെ നമ്മൾ പള്ളി, കോളേജ് കാര്യങ്ങളൊക്കെ. നമ്മുടെ നാനോ കാരനായിട്ട് ഇവിടെ പൊതുവെയുള്ള വണ്ടിയാണ്. പൊതുവെ ബൈക്കില്ല, കാറുകളാണ്. നമ്മളെ നാട്ടിലൊക്കെ എല്ലാവരും വീട്ടിൽ ഓരോരുത്തർക്ക് ബൈക്ക് ഉണ്ടാണെങ്കിൽ ഇവിടെ ഓരോരുത്തർക്ക് കാറുള്ളത്. ഫുൾ കാറുള്ള ബൈക്കുകൾ പൊതുവെ കുറവാണ്. നോക്കാം. ഇനി ഇസ്മോഫൂൽ അടുത്ത ബാബ് ഇസ്മോഫൂൽ കുറച്ചുള്ളൂ. ഇസ്മോഫൂൽ ഹുവ മഷ്തക്ക മിൻ മസ്തരിൽ ഫീലിൽ ലിമ വക്കാലഹി. ഹുവ ഒന്നാണ് മഷ്തക്ക മിൻ മസ്തരിൽ, മസ്തറിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. മസ്തരി ഫീലിൻ്റെ മസ്തറിൽ നിന്നും ലിമൻ വക്കാലഹി എന്തിൻ്റെ മേലിലാണോ സംഭവിച്ചത്. നമ്മൾ സാധാരണ പറയും ഫീൽ എന്തിൻ്റെ മേലിലാണോ സംഭവിച്ചത് അതിനെന്ത് ഇസ്മോഫൂൽ. ഉദാഹരണം മൽറൂബുൻ അടിക്കപ്പെട്ടത്. മഫ്ഊൽ വസിലിൽ മൽറൂബുൻ. ഇനി മുക്രമുൻ 4 അർഫാണെങ്കിൽ അക്രമ യുക്രിം മുക്രമുൻ എന്നുള്ള വരും. യമലു അമല ഫീലിഹി ഇത് അമൽ ചെയ്യും. അൽ മബിനിയിൽ മഫൂലിന് എന്ത് ചെയ്യും, അമൽ ചെയ്യും. ഓ ഇർഫോ നായിബുൽ ഫായിൽ നായിബ് ഫായിലാകുമ്പോൾ എന്ത് ചെയ്യും, നായിബ് ഫായിലിന് റഫയും ചെയ്യും. ഓക്കെ. ഈ അൽ മിസാലു വ ഇസ്മഫൂൽ ഒരു ചെറിയ പോയിന്റ് കേട്ടോ. മിസാൽ നമ്മൾ പറഞ്ഞ നേരത്തെ മുമ്പ് മിസാൽ
ഇസ്മു മഫൂൽ എന്നുള്ളതൊക്കെ ഇസ്മു ഫായിലിനെ പോലെയാണ്. ഫി ഷുറൂത്തിൻ ഷർത്തുകൾ. ഫസ്റ്റ് ഇസ്മു ഫായിലിൻ്റെ ഇതിൽ ഷർത്ത് പറഞ്ഞു, 3 ഷർത്ത് പറഞ്ഞു. അതുപോലെ തന്നെയാണ് മിസാലും ഇസ്മു മഫൂലൊക്കെ. എന്തിൽ സിഹത്തി അമലി ശരിയാകാൻ അതേ ഇസ്മു ഫായിലിൻ്റെ അതേ ഷർത്താണ് മിസാലിനുള്ളത്, അതുപോലെ തന്നെ ഇസ്മു മഫൂലിനുള്ളത്. ഓക്കെ. ഇനി ഈ അമാലു സിഫത്ത് മുഷബ നിങ്ങൾ കേൾക്കാത്തുണ്ടാവും. സിഫത്ത് മുഷബ സിഫത്ത് കേട്ടിട്ടുണ്ടാവും, വിശേഷണം. ഒന്നിന് വിശേഷണം പറയാം. റാദിനും ജമീലും. റാദിൻ എന്താണ്? ഭംഗിയുള്ളവൻ എന്നുള്ളത്. അപ്പം ഷറഫുദ്ദീനും കബീറുൻ. ഷറഫുദ്ദീൻ വലിയ ആളാണ്, അവന് ആൾ ചെറുതാണെങ്കിലും വലിയ നല്ല കൈവൊക്കെ ഉള്ള ആളാണ് എന്ന് പറയല്ലോ, കബീറുൻ. അപ്പോൾ അങ്ങനെ ഒരു വിശേഷണമായിട്ട് പറയാം. അതിനാണ് സിഫത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സിഫത്ത് മുഷബ അതിൻ്റെ വേറൊരു വെർഷൻ. സിഫത്ത് മുഷബ നോക്കാം. ഹിയ സിഫത്താണ് മസുവാത്ത് മിൻ ലാസിമിൻ ലി ഒയ്രി തഫ്ലീലിൻ ലി ഇഫാദത്തി അല സുബൂത്തി. നോക്കാം നമുക്ക്. അത് സിഫത്തിൻ്റെ വേറെ വെർഷനാണ്. സിഫത്താണ്. എങ്ങനെ സിഫത്താണ്? അത് ലാസിം മുത്താദ്ദി കേട്ടിട്ടുണ്ടോ? മുത്താദ്ദിയാർ മഫൂലിൽ വിട്ടെടുക്കുന്നത്, ലാസിം പറഞ്ഞ മഫൂൽ വിട്ടെടുക്കാത്തത്. അപ്പോൾ ലാസിം നിന്ന് എടുക്കപ്പെട്ടതാണ്. ഈ തഫ്ലീൽ ലിഫാദി സുബൂത്തി, ഒരു കാര്യം സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി. ഉദാഹരണം നോക്കാം. മിസാൽ ജയ്ദുൻ ഹസുന മജൂഹു. എല്ലാത്തിനും തരീഫും പഠിച്ചേക്കണം, എല്ലാ ബാബുന്നും അതിൻ്റെ ഉദാഹരണങ്ങളും പഠിച്ചേക്കണം. എഴുതാനൊക്കെ ഉണ്ടാവും, തരീഫ് എഴുതാനുണ്ടാവും, ഉദാഹരണം എഴുതണം. നമുക്ക് ലാസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട് ഉൾപ്പെടുത്തിന്, അപ്പോൾ നിങ്ങൾക്ക് മോഡൽ മനസ്സിലാവും. ജയ്ദാകുന്ന ഹസുന വജൂഹു, അവൻ്റെ എന്ത് ചെയ്തു? മുഖം. ഹസുന ഭംഗിയുള്ളതായിരിക്കുന്നു, വജൂഹു അവൻ്റെ മുഖം. അപ്പോൾ ഇതൊരു വിശേഷണമല്ലേ? അപ്പോൾ അവനെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ റാദിനും ജമീൽ എന്ന് പറഞ്ഞാൽ എന്ത് ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ പകരം എന്ത് ചെയ്തു? ഇത് വേറൊരു വിശേഷം പറിച്ചില്ലേ? ജയ്ദ് എങ്ങനെയാണ്? ഹസുന വജൂഹു, അവൻ്റെ മുഖം തിളങ്ങിയിരിക്കുന്നു, ഭംഗിയുള്ളതായിരിക്കുന്നു എന്നുള്ളൊരു വിശേഷണം പറിച്ചില്ലേ? ഓക്കെ. ഇതിൽ നമ്മൾ നോക്കാം. സുമ്മിയത്ത് സിഫത്ത് മുഷബ്ബ പേര് പറയപ്പെട്ടിരുന്നു ലിയന്നഹ ഫിൽ അസ്ലി. എന്തുകൊണ്ടാണ് പേര് പറയപ്പെട്ടതെന്ന് ചോദിക്കും. അപ്പോൾ കാരണം എന്താണ്? ലിയന്നഹ ഈ സിഫത്ത് മുഷബ്ബ ഫിൽ അസ്ലി, അടിസ്ഥാനത്തിൽ തന്നെ ലാ തൻസിബ്, അത് ഒരിക്കലും എന്തില്ല നെസ്ബ് ചെയ്യപ്പെടുകയില്ല, അതുകൊണ്ടാണ്. ഓക്കെ. ഇനി ഫി അയ്യു ഉമൂരിൻ തുഖാലിഫു സിഫത്ത് മുഷബ്ബ അല ഇസ്മി ഫായിൽ. ഇസ്മി ഫായിലിൻ്റെ മേലിൽ സിഫത്ത് മുഷബ്ബ എതിരാവണ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയാണ് നോക്കാം. ഇതാ ഒന്ന്, ഇന്നഹ ലാ തജിരി അല അറക്കാത്തിൽ മുതാരി. സിഫത്ത് മുഷബ്ബ ഇസ്മു ഫായിലിനോട് എതിരാവണ കാര്യം ഒന്ന്, അത് മുതാരിൻ്റെ അറക്കത്തുകളുടെ മേലിൽ നടക്കുകയില്ല, സംഭവിക്കുകയില്ല, ഉണ്ടാവില്ല. ഇന്നഹ ലാ യതഖദ്ദമു മാമൂൽ, അതിൻ്റെ മാമൂൽ എന്ത് ചെയ്യില്ല? മുൻകടക്കില്ല. നമ്മൾ ചിലയിടത്ത് മാമൂൽ മുൻകടക്കുന്നതാണ്, പക്ഷേ ഇവിടെ മാമൂൽ ഒരിക്കലും മുൻകടക്കുകയില്ല. ലാ യകുനു അജ്നബിയൻ, അത് അന്യൊന്നാവില്ല. അപ്പോൾ ഒരു കാര്യമുണ്ട്, വേറെ എന്തെങ്കിലും ഇപ്പോൾ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ട് കൈതമൊക്കെ പോയാലും കണക്ഷൻ ഉണ്ടോ? അപ്പം അജ്നബി ആവില്ല, അതിൽ ബന്ധമുള്ള തന്നെ ആവുള്ളൂ. അത് കഴിഞ്ഞ് ഇനി അടുത്തത് സലാസു ഹാലാത്തിൻ ലി മഅമൂലിൻ ലി സിഫത്തി മുഷബ്ബ. 3 ഹാലുകളാണ്. ലി മഅമൂലി സിഫത്ത് സിഫത്ത് മുഷബ്ബയുടെ മഅമൂലിനുള്ള 3 ഹാലുകൾ, അവസ്ഥകൾ. സലാസു ഹാലാത്തിൻ, 3 അവസ്ഥകൾ ഏതൊക്കെയാണ്? ചോദ്യമാണ് ഏതൊക്കെയാണെന്നില്ല. അപ്പോൾ നോക്കാം നമുക്ക്. ഒന്ന്, യർഫഉ അൽ ഫായിലത്തിൻ. സിഫത്ത് മുഷബ്ബ ഫായിലാണെന്നതിൻ്റെ മേൽ എന്ത് ചെയ്യും? റഫ് ചെയ്യപ്പെടും. അല്ലെ ഇബ്ദാലും ജയ്ദുൻ ഹസുന വജൂഹു, അവസാനം റഫ് ചെയ്തിട്ടില്ലേ? ഫായിലാന്നുള്ളതിൻ്റെ മേൽ റഫ് ചെയ്യപ്പെടും. ഇനി 2, എൻസിബ് അല തമീസ്. തമീസ് നമ്മൾ പഠിച്ചിനി, അവ്യക്തമായ കാര്യം വ്യക്തമാക്കാൻ. തമീസ എന്നുള്ളതിൻ്റെ മേൽ എന്ത് ചെയ്തു? നെസ്ബയും. ജയ്ദുൻ ഹസുന ഭംഗിയായിരിക്കുന്നു. എന്തെന്നുള്ള നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, അവ്യക്തമല്ലേ, വ്യക്തമാക്കണം. വജൂഹ അവൻ്റെ മുഖം എന്നുള്ളത്. അപ്പോൾ അവിടെ നെസ്ബയും. തമീസാണെന്ന് നൽകി. യജറുബിൽ ഇലാഫത്ത് നൽകി എന്ത് ചെയ്യും? ജറുകയും ചെയ്യും. ജയ്ദുൻ ഹസുനൽ വജഹി, അവൻ്റെ മുഖം ഭംഗിയുള്ളവൻ്റെ മുഖം എന്നുള്ളതിൽ വരും. ഓക്കെ. അപ്പോൾ ഇലാഫത്തായിട്ടും ജറുകയും തമീസായിട്ട് നെസ്ബയും ഫായിലിനെ നൽകി റഫ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഒക്കെ പഠിച്ച് കേൾക്കുന്നുണ്ടാവും, മുമ്പ് വർഷങ്ങളിൽ വന്നതാണ്. ഇനി ഇസ്മു ഫായിൽ സിഫത്ത് മുഷബ്ബയുടെ മാറ്റങ്ങൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യുമയ്യിസ് ഖസായിസ് ഇസ്മു ഫായിൽ സിഫത്ത് മുഷബ്ബ. ആദ്യം നമുക്ക് ഇസ്മു ഫായിലിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ഖസായിസ് ഇസ്മു ഫായിൽ. ഒന്ന്, യുഫീദ് തജദ്ദുദ. ജദീദ് പറഞ്ഞാൽ പുതിയ, തജദ്ദുദ് പറഞ്ഞാൽ പുതിയൊരു ദിനം എന്ത് അറിയും? അത് ഫായിദ് ഒപ്പിക്കും, അറിയിക്കും. യതഖദ്ദമുൽ മാമൂൽ എന്ത് ചെയ്യും? അതിൽ മുന്തി വരും. അത് കഴിഞ്ഞ് 2 ഉള്ളൂ. ഇനി സിഫത്ത് മുഷബ്ബയുടെ പ്രത്യേകതകൾ. ഇസ്തിമ്രാർ ഫി സാരിൽ ഔഖാത്തി, അത് എല്ലാ സമയത്തും ഉറച്ചു നിൽക്കും, മാറ്റം ഉണ്ടാവില്ല. യബ്നി മേൽ ഫീലുൽ ലാസിമായ ഫീലിൽ നിന്ന് എടുക്കപ്പെടും. 3, ലാ യകുനുൽ മാമൂൽ അജ്നബി, ഒരിക്കലും അജ്നബി ആവുകയില്ല. ഇതൊക്കെ നമ്മൾ മുമ്പ് സിഫത്ത് മുഷബ്ബ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ലാസിമിൽ നിന്ന് എടുക്കപ്പെടുന്നതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ 3 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത് ലാസ്റ്റ് ഇസ്മു തഫ്ലീൽ. യമാലു ഇസ്മു തഫ്ലീലാണ്. അപ്പോൾ ഇസ്മു തഫ്ലീൽ നോക്കാം. ഇസ്മു തഫ്ലീൽ സിഫത്തുൻ ദാലത്തുൻ അലാ മുഷാറക്കത്തിൻ വസിയാത്തിൽ സ്വാഹിബ അല വരിയ. ഇതൊരു സിഫത്താണ്. ദാലത്തുൻ അലാ മുഷാറക്കത്തിൻ, പരസ്പരം പങ്കാളിയാവും. ഒരു കാര്യം രണ്ടാക്കുണ്ടാവുക, പങ്കാളിയാവും. എന്നിട്ട് എന്ത് ചെയ്യുക? സിയാത്തുൽ സ്വാഹിബി, എന്നിട്ട് അതിൻ്റെ ആൾക്ക് എക്സ്ട്രാ ഉണ്ടാവുക. അല വരിയ, മറ്റുള്ളതിനേക്കാൾ. ഉദാഹരണം, ഒരു ഇൽമ രണ്ടാക്കുണ്ട്, പക്ഷേ ഒരാൾ മറ്റേ ആളേക്കാൾ എന്ന് പറയല്ലോ എന്ന് പറഞ്ഞതിനാണ് ഇത് പറയാം. ഇസ്മു തഫ്ലീൽ, ഒരാൾ മറ്റേ ആളേക്കാൾ ഉഷാറാണ്.
അറിയുന്നവൻ അല്ലെങ്കിൽ കളിക്കാരനാണ്. സെയ്ദുൻ ആലമു മിൻ ഫായിസിൻ, സെയ്ദ് ഫായിസിനേക്കാൾ അറിയുന്നവനാണ്. സെയ്ദ് ഫായിസിനേക്കാൾ അറിയുന്ന, സെയ്ദുൻ ആലമു, സെയ്ദ് അറിയുന്നവനാണ്, മിൻ ഫായിസിൻ, ഫായിസിനേക്കാൾ അറിയുന്നവനാണ്. അപ്പോൾ ഇവിടെ സെയ്ദ് എന്താണ്, മറ്റുള്ളവനേക്കാൾ കൂടുതൽ ആർക്കുണ്ട്, സെയ്ദിനുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഒരാൾ മറ്റുള്ളവനേക്കാൾ ഉഷാറാണെന്ന് പറയില്ല, അതിന് ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണം ഷിഫിനുൻ അൽ അബു മിൻ ജാബിർ, ഷിഫിൻ്റെ കൂട്ടുകാരനാണ് ജാബിർ, ജാബിറിനേക്കാൾ കൂടുതൽ കളിക്കുന്നവരാണ് ആര്, ഷിഫിന് എന്നുള്ളത് പറയാം. മറ്റുള്ളവர்கள் ഉഷാറാണെന്ന് പറയാം, അതിന് പറയണതാണ് ഇസ്മു തഫ്ളീൽ. ഇനി സലാസു ഹാലാത്തുൽ ഇസ്മു തഫ്ളീൽ, ഇസ്മു തഫ്ളീലിനുള്ള 3 അവസ്ഥകൾ ഏതൊക്കെ നോക്കാം. ഒന്ന് സലാസു ഹാലാത്ത്, 3 അവസ്ഥകൾ ഏതൊക്കെയാണെന്നാണ്. ഒന്ന് അസ്താമില ബി മിൻ ജാറത്തിൻ, മിന്നുകൊണ്ട് എന്ത് ചെയ്യുക, അമല് ചെയ്യുക. അന അക്സറു മിൻക, ഞാൻ അധികമുള്ളവനാണ്, മിൻക നിന്നേക്കാൾ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വലിയ പൈസക്കാരനൊക്കെ ആയിട്ട് ഇങ്ങനെ പറയണം, അനക്സറു മിൻക, ഞാൻ എന്നേക്കാൾ കൂടുതലുള്ള ആളാണ്. അപ്പോൾ മിന്ന് വന്നൂടെ, അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൽ മുലാഫൻ ഇനക്കിറ, മുലാഫായിട്ട് ഉപയോഗിക്കും. സെയ്ദുൻ അഫ്ലലു റജുൽ, സെയ്ദ് എന്താണ്, ഏറ്റവും നല്ല മനുഷ്യനാണ് എന്ന് പറയും. ഇനി യജിബു ഹഫി ഹാദ അൽ ഇഫ്രാദ് ഒത്തതിക്കുറു, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇഫ്രാദും തെതിക്കുറു. ഇഫ്രാദ് പറഞ്ഞാൽ മുഫ്രദാക്കുക, മുഫ്രദായിട്ടേ വരുള്ളൂ. ഒത്തതിക്കുറു മുദക്കറായിട്ടേ വരുള്ളൂ ഈ രണ്ട് സ്ഥലങ്ങളിൽ. ഇനി രണ്ടാമത്തെ സ്ഥലം ഇസ്താമിൽ ബിൽ അല്ല്, അല്ല് കൊണ്ട് എന്ത് ചെയ്യും, അമല് ചെയ്യും. യുതാബിക്ക് ഉജൂബ്, ഇവിടെ 2 യോജിച്ചു വരൽ നിർബന്ധമാണ്. സെയ്ദുൻ അഫ്ലലു, അങ്ങോട്ട് മിന്നൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്ത്, സെയ്ദുൻ അൽ അഫ്ലലു, സെയ്ദാണ് ഏറ്റവും നന്നായിട്ട് ഏറ്റവും മഹത്തുള്ള ആൾ. ഷിഫിൻ അൽ അബു, ഷിഫിനാണ് ഏറ്റവും നല്ല കളിക്കുന്നത് എന്ന് പറയല്ലോ, അതുപോലെ. ഇനി മൂന്നാമത്തെ യസ്താമിൽ മുലാഫൻ മാരി, ഒരു മാരിഫക്കുള്ള ഒരു മുലാഫായിട്ട് വരിക, ഒരു മുലാഫായിട്ട് വരും. എങ്ങനെ, ഒരു മാരിഫായിട്ടുള്ള സാധനത്തിന് മുലാഫായിട്ട് വരിക. അഹറസൻ നാസി, ഏറ്റവും നല്ല താല്പര്യമുള്ള ആളാണ് ഇയാൾ. ഇപ്പോൾ ഉദാഹരണം സെയ്ദുൻ അഹറസൻ നാസി, ജനങ്ങളിൽ ഏറ്റവും താല്പര്യമുള്ള ആൾ. യജൂസ് ഫിഹൽ മുതാബക്കത്ത് വാദമുൽ മുതാബക്കത്ത്, ഇവിടെ നമ്മൾ പറഞ്ഞു ഇഫ്രാദും തെദിക്കുർ ആവുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ എന്ത്, യോജിച്ചു വരലും പറ്റും, യോജിച്ചു വരാതിരിക്കലും രണ്ടും പറ്റും. ഇനി ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ നമ്മളെ ബാബ്, ഇനി ഒരു ബാബും കൂടി ഉള്ളൂ, ആ ബാബ് കഴിഞ്ഞാൽ കഴിഞ്ഞ്. അപ്പോൾ ലാസ്റ്റ് ഇതിൽ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം, ഇനി ഒരു ബാബും കൂടി ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ കഴിഞ്ഞ്, അവിടെ മുമ്പത്തെ കട്ട് ഇനിയൊരു ബാബും കൂടി ഉള്ളൂ നമുക്ക്. അത് കഴിഞ്ഞാൽ നമ്മളെ പാഠം കഴിഞ്ഞ്. ഓക്കെ, പിന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ ആൻസറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി ഈ പാഠത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് കുഹുൽ മസല എന്ന് പറയും. മസ്അലത്തുൽ കുഹുൽ മസല, അതെന്താണെന്ന് നോക്കാം. ലോബിത്ത് മസ്അലത്തുൽ കുഹുൽ മാ തംസീൽ, ഉദാഹരണങ്ങളോടുകൂടെ നീ എന്ത് ചെയ്യുക, മസ്അലത്തുൽ കുഹുൽ പറയാൻ, വ്യക്തമാക്കാൻ. മസ്അലത്തുൽ കുഹുൽ എന്താണ്? യർഫഉ ഫിഹാ ളാഹിറു ളാബിത്ത് അൻ യകൂന ഫിൽ കലാമി നഫി വ ബഅദ ഇസ്മു ജിൻസ് മൗസൂഫുൻ ബിസ്മി തഫ്ളീൽ. അപ്പോൾ മിസാൽ മാ റഅയ്തു റജുലൻ അഹ്സന ഫി ഐനിഹിൽ കുഹുല മിൻഹു ഫി ഐനി സെയ്ദിൻ. മാ റഅയ്തു, കുഹുല പറഞ്ഞാൽ സുർമ സുന്നത്താണ്. നിങ്ങൾ സുർമ കെട്ടി നല്ല ഭംഗിയുള്ള ആൾക്കാരായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ വല്ല കെട്ടിനി തോന്നുന്നു, ഫസ്റ്റത്തെ വല്ലോ എല്ലാവരും ഇട്ട് ഇറങ്ങിയൊക്കെ ചെയ്തിനി. രാത്രി എന്തോ സുർമത്തല്ല എന്തൊക്കെ ഉണ്ടായിനി, നമ്മൾ ഓർക്കൊണ്ട് അറിയില്ല, സുർമയായിട്ട് എന്തൊക്കെ. അപ്പോൾ സുർമ കടൽ സുന്നത്താണ്, വെള്ളിയാഴ്ചയൊക്കെ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ രാത്രി ഉറങ്ങണ സമയത്തൊക്കെ സുർമ ഇടുക പറഞ്ഞാൽ സുന്നത്തുള്ള കാര്യമാണ്. സുർമ കെട്ട് നല്ല ഭംഗിയുള്ള ആൾക്കാരായിട്ട് നടക്കണം. ഓക്കെ, അപ്പോൾ മാ റായിത്തു റജുലൻ, ഞാനൊരു റജുലിനെയും കണ്ടിട്ടില്ല, അഹ്സന ഏറ്റവും നല്ല ഭംഗിയുള്ളവനായിട്ട് കണ്ടിട്ടില്ല. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഭംഗി? ഫി ഐനിഹി, അവൻ്റെ കണ്ണിലുണ്ട് അൽ കുഹുലു, സുർമ ഇട്ടിട്ടുണ്ട്. സുർമ ഇട്ടത് കാരണത്താൽ നല്ല ഭംഗിയുള്ളവനായിരിക്കുന്നു. മിൻഹു ഫി ഐനി സെയ്ദിൻ, സെയ്ദിൻ്റെ കണ്ണിലുള്ളതിനേക്കാൾ നല്ല സുർമ ആരുടെ കണ്ണിലുണ്ട്, നല്ല ഭംഗിയുള്ള സുർമ ഇയാളുടെ കണ്ണിലുണ്ട്. അതുകൊണ്ടാണ് ഇയാളേക്കാൾ ഭംഗിയുള്ള വേറെ ആരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എന്താണ് സംഭവിച്ചത്, നമുക്ക് ഗൂഗിൾ നോക്കാം. ഇതിൽ ഇവിടെ പൊതുവായിട്ട് റഫ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, യുർഫൗ ലോഹിറ, മസാലത്തിൽ ഗൂഗിൾ നോക്കാം. യുർഫൗ ലോഹിറിന് എന്ത് ചെയ്യും, അവിടെ റഫ് ചെയ്യും. അപ്പോൾ ലോബിത്തു യകൂന ഫിൽ കലാമി നഫീൻ, അപ്പോൾ ഇതിലൊരു നഫീ സംഭവിക്കും. മാ റായിത്തു, ഇവിടെ മാന്നുള്ള നഫി, കണ്ടിട്ടില്ല, വേറെ ആളെയും മാന്നുള്ള നഫിയാണ്, നഫി സംഭവിക്കും. അപ്പോൾ ബാദു, അതിന് ശേഷം ഉണ്ട് ഇസ്മു ജിൻസിൻ, ഒരു ഇസ്മു ജിൻസ് അതേ വർഗ്ഗത്തിൽപ്പെട്ട, ഇപ്പോൾ റജുൽ എന്നുള്ളതാണ് ഇസ്മു ജിൻസ്, അത് സംഭവിക്കുന്നു. മൗസൂഫൻ, വസ്ഫ് ചെയ്യപ്പെട്ടതായിട്ട് ബി ഇസ്മു തഫ്ളീൽ. അപ്പോൾ റജുൽ എന്നുള്ള ഇസ്മു ജിൻസാണ്, അതിന് വസ്ഫ് വിശേഷണമാണ് എന്ത്, ആ റജുലിന് വിശേഷണം അഹ്സൻ, ഏറ്റവും നല്ല ഭംഗിയുള്ളവൻ. അപ്പോൾ ആ ഇസ്മു തഫ്ളീലാണ് അങ്ങനെ വരിക. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഇസ്മു ജിൻസിലുള്ള നഫിയാണ് ഫസ്റ്റ് സംഭവിക്കുന്നു. അതിന് ശേഷം ഒരു ഇസ്മു ജിൻസ് ആയിട്ടുള്ള സാധനം സംഭവിക്കും. അതിന് എങ്ങനെയാണ്, ആ ഇസ്മു ജിൻസ് എങ്ങനെയാണ്, ഒരു ഇസ്മു തഫ്ളീൽ കൊണ്ട് വിശേഷണം സിദ്ധിക്കപ്പെട്ടതാണ്, അങ്ങനത്തെ സാധനം. അതിനാണെന്ന് പറയാം മസലത്തുൽ കൂല്. അപ്പോൾ നിങ്ങൾ ഈ താരീഫ് പഠിച്ചേക്കാം, പിന്നെ ഈ ഉദാഹരണം പഠിച്ചേക്കാം, ഇതൊക്കെ എന്തായാലും വരും കേട്ടോ, വിശദീകരിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും പഠിച്ചേക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ, നമ്മൾ ലാസ്റ്റ് ബാബ് കഴിഞ്ഞു. ബാബു തവാബികൾ,
തവാബികൾ കേട്ടിട്ടുണ്ടാവും. ഇനി സിലബസിൽ കുറേ ഉണ്ട്. നമ്മൾ പരീക്ഷകളുടെ സിലബസ് എത്രയേ ഉള്ളൂ, കിതാബിൽ ഇനിയും കുറേ എടുക്കാണ്ട്, നമുക്ക് പരീക്ഷയ്ക്ക് എത്രയേ ഉള്ളൂ. തവാബികൾ പറഞ്ഞാൽ ഒരു സാധനം വന്നു, ഇപ്പോൾ ഒരു സാധനം റഫാണെങ്കിൽ അതിന് ശേഷമുള്ളതിന് എന്തായിരിക്കും, റഫായിരിക്കും. അത് ഇതുകൊണ്ടാണ് സിഫത്തിന് റഫാണെങ്കിലും ശേഷമുള്ളതിന് എന്തായിരിക്കും, റഫായിരിക്കും. അതുകൊണ്ട് റഫായതുകൊണ്ട് ഇതിന് ശേഷമുള്ളതിന് റഫാവും. അങ്ങനത്തെ താബ പറഞ്ഞാൽ പിന്തുടർന്ന് വരിക, താബി പറഞ്ഞാൽ പിന്തുടർന്ന് വരിക. ഓക്കെ. ആ തവാബിയോ ഹംസത്തും, തവാബിയെ തന്നെയാണ് 5 ഇതിൽ ഞാൻ ഇത് ബ്രെഡിട്ടില്ല, കോമട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് കോമട്ട് എടുത്തത്: 1 നാത്ത്, 2 തൗക്കീദ്, 3 അത്തുഫ് ബയാന്, 4 അത്തുഫ് നസ്ക്, 5 ബദല്. അപ്പോൾ ഈ അങ്ങനെ ഇടയിൽ കോമഡി അല്ലെങ്കിൽ കള്ളിയിലാക്കി എങ്ങനെ നിങ്ങൾ 1, 2, 3 ഇട്ട് കൊടുക്കുക. എന്ത് നിങ്ങളൊരു അടിപൊളി ചെയ്തോളി. നാത്ത്, തൗക്കീദ്, അത്തുഫ് ബയാൻ 3-ാമത്തെ, മറ്റൊന്നാണ് അത്തുഫ് നസ്ക് 4-ാമത്തെ, ബദല് 5-ാമത്തത്. ഈ 5 ഓക്കെ. അപ്പോൾ അതിലുള്ള നാത്ത് മാത്രമേ നമുക്ക് സിലബസിലുള്ളൂ, ബാക്കിയൊന്നും ഇല്ല നമുക്ക് പരീക്ഷക്കുള്ളൂ. അപ്പോൾ നാത്ത് നോക്കാം. നാത്ത് പറഞ്ഞാൽ സിഫത്താണ്, വിശേഷണം. ഒന്നിന് വിശേഷണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഷറഫുദ്ദീനും കബീറുൻ എന്നുള്ളതുപോലെ. ഇപ്പം നാത്ത് പറഞ്ഞാൽ വിശേഷണം, ഒന്നിന് വിശേഷണം പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഷറഫുദ്ദീനും കബീറും, ഷറഫുദ്ദീൻ വലിയ ആളാണ്. അല്ലെങ്കിൽ അതിനാനും എന്താണ്, അതിനാനും ആക്കിലും, അതിനാ നല്ല ബുദ്ധിമാനാണ്, നല്ല സ്മാർട്ട് വർക്ക് ചെയ്യും, നല്ല ഐഡിയ ഷെയർ ചെയ്യും, അങ്ങനത്തെ ആളാണ്. അപ്പോൾ അങ്ങനെ പറയാം, ഒരു വിശേഷണം പറയാം, ഒന്നിന് വിശേഷണം പറയാം. അങ്ങനെ പറയാം നാത്ത് എന്ന് പറയാം. നാത്ത് എന്ന് പറഞ്ഞാൽ താബിയുൻ പിന്തുടർന്നവരാണ് മുഷ്തക്കിനെ. അവൽ മുഅവ്വലിനെ പിന്തുടർന്നവർ. മുഅവ്വൽ മുബായിനുൽ ലഫ്ദിനെ വിശദീകരിക്കും. മത്ബൂഹു അതിന് ശേഷമുള്ള. അപ്പോൾ ഇത് മറ്റൊന്നിനെ വിശദീകരിക്കും, മറ്റൊന്നിനെ മുബായിനും വിശദീകരിക്കും. ഒരു ലഫ്ദ് മറ്റൊന്നിന് ശേഷമുള്ള ലഫ്ദിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ് നാത്ത് എന്ന് പറയാം. യുക്കാലുഹു അതിന് പറയപ്പെടും എന്ത്, വസ്ഫ് എന്ന് പറയപ്പെടും. അപ്പോൾ ഇതിന് വേറൊരു പേരാണ് വസ്ഫ് സിഫത്ത് എന്നുള്ള മറ്റു പേര്. ബൈബിൾ ചോദ്യം വരും, നാത്തിൻ്റെ മറ്റൊരു പേരെന്താണ്. നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞു മഫൂൽ ബീൻ്റെ മറ്റൊരു പേരാണെന്ത്, പറയും മഫൂൽ ബി ഫീൻ്റെ ഇസ്മുൽ ലൊറഫ്, അല്ല ലൊറഫ് എന്നുള്ളത്, ഇസ്മു മക്കാൻ ഇസ്മു സമാൻ എന്നുള്ളത്. അപ്പോൾ അതേമാതിരി ഉണ്ടാവും. നോക്കി മാഹിയ ഫായിദത്തു നാത്ത്, നാത്തിൻ്റെ ഫായിദകൾ എന്തൊക്കെയാണ്, ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയായിട്ട് വരും, നാത്ത് എന്തൊക്കെയായിട്ട് വരും നോക്കി. 1 തഖ്സീസുൻ പ്രത്യേകമാക്കുക, നാത്ത് കൊണ്ടുള്ള നേട്ടങ്ങൾ 1 പ്രത്യേകമാക്കി പറയാം. മറർത്തു ബി റജുലിൻ, ഞാൻ ഒരു റജുലിനെ കൊണ്ട് നടന്നു. കാത്തിബ് നല്ല എഴുതുന്നവൻ, നന്നായിട്ട് എഴുതുന്ന നല്ല എഴുത്തുകാരനായിട്ടുള്ള ഒരാൾ. അപ്പോൾ അയാളെ ഈ റജുലിനെ പ്രത്യേകമാക്കിയാണ് എന്നുള്ളത്. ഇനി അടുത്ത് തൗലീഹുൻ എന്ത് വ്യക്തമാക്കി പറയാം. മറർത്തു ബി റജുലിൻ ബി സെയ്ദിനെ കൊണ്ട് നടന്നു. സെയ്ദ് പല എങ്ങനത്തെ സെയ്താണെന്ന് വ്യക്തമാക്കണമല്ലോ. ഹയ്യാത്തി നല്ല തുന്നൽക്കാരനാണ്, തയ്യൽക്കാരനാണ്, അങ്ങനത്തെ സെയ്ദിനെ കൊണ്ട്. മധുഹ് പറയാം. ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് തുടങ്ങുന്നു. ഇവിടെ അള്ളാഹ്ക്കുള്ള വിശേഷണത്തിന് ശേഷം പറയണത് മധുഹായിട്ടാണ്. അർ റഹ്മാൻ നല്ല കരുണ ചെയ്യുന്നവൻ, അർ റഹീം കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹു. അപ്പോൾ അള്ളാഹ്ക്കുള്ള വിഷയം മധുഹാണെന്ത് ശേഷമുള്ള ഈ സിഫത്തായിട്ട് വന്നിട്ടുള്ളത്, നാത്തായി വന്നിട്ടുള്ളത്. ഈ ദമ്മൻ ആക്ഷേപിക്കുക ഒരാൾ. അഷെയ്ത്താൻ റജീം ഔദു ബില്ലാഹി മിനശ് ഷൈത്താൻ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ്റെ ഇത് മധുഹായി ആക്ഷേപിച്ച് പറയണത് റജീം അട്ടി ഓടിക്കപ്പെട്ടവൻ. ഈ തൗക്കീദുൻ ശക്തിപ്പെടുത്തി പറയാം. തിൽക്ക അഷറത്തുൻ ഇതെന്താണ്, ഒരു 10 അംഗ സംഘമാണ്. കാമിലത്തുൻ പൂർണ്ണമായിട്ടുള്ള, തിൽക്കാശർ എന്ന് പറഞ്ഞാൽ മതി, പക്ഷേ അതിനൊന്നും കൂടി സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ കാമിലത്തുൻ പരിപൂർണമായിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ താക്കീതായിട്ട് പറഞ്ഞാൽ ഈ ലാസ്റ്റ് നാത്ത് കിസ്മാനി, നാത്ത് ഇത്രയാണ് 2 ഇനം. നാത്ത് മാ യുർഫൗ ലൊമീറിനെ എന്ത് ചെയ്യും, അത് റഫ് ചെയ്യും. ഈ മാ യുർഫൗ ലോഹിറിനെ റഫ് ചെയ്യും. ഒന്ന് ലൊമീറിനെ റഫ് ചെയ്യണത്, ഒന്ന് ലോഹിറിനെ റഫ് ചെയ്യണം, അങ്ങനെ 2 ഈ ചെറിയ സിമ്പിൾ കാര്യങ്ങൾ അങ്ങനെ വായിച്ചു പോവാം. എത്തുബാവു നാത്ത് എന്ത് ചെയ്യും, താത്തുന്ന ടൈപ്പ് ചെയ്ത് മാറിയാണ്. ഈ എത്തുബാവു നാത്തു മൻഊത്തോ, നാത്ത് മൻഊത്ത് സിഫത്ത് മൗസൂഫ്. ലാസ്റ്റ് പിന്നെ റജുലുൻ കാത്തിബുൻ എന്നുള്ള കാത്തിബ് എന്നുള്ള നാത്ത്, അതിന് മുമ്പുള്ളത് എന്ത് മൗസൂഫ്. നാത്ത് ലാസ്റ്റ് വരുന്നത് അതിന് മുമ്പുള്ളത് മൻഊത്ത്. അപ്പോൾ എത്തുബാവു നാത്ത് മൻഊത്തിനെ പിന്തുടരും. ഫി ഇസ്നൈനി 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ നാത്തിന് എന്താ പേര്, റജുലുൻ കാത്തിബ് എന്നാണ്. ഇപ്പോൾ റജുലുൻ കബീറുൻ, റജുലിൻ എന്താണോ റഫാകുമ്പോൾ എന്ത് ചെയ്യും, കബീറുന്നാവും. ബി റജുലിനാവുമ്പോൾ ബി റജുലിൻ കബീരിന്നാവും. അങ്ങനെ നാത്തിന് എന്താണെന്നുള്ളത് മനോത്തിന് എന്താണെന്നുള്ളത് നാത്തിനും വരും. അതാണ് താബി. അപ്പോൾ എത്തപ്പോൾ നാത്ത മനോത്തിന് നാത്ത് പിന്തുടരും. ഫി ഇസ്നൈൻ 2 കാര്യങ്ങൾ മീൻ ഹംസദാശ 5 കാര്യങ്ങളിൽ നിന്നും 2 പിന്തുടരും. വാഹിദിൻ ഡാഷ് 1 പൂരിപ്പിക്കണ്ടാവും. 1 ഏതാണ്, 2 കാര്യങ്ങളിൽ 1 തന്നെ വാഹിദിൻ ഡാഷ്. അപ്പോൾ വാഹിദിൻ മറ്റേ വേറെ 1 ഇത് വാഹിദിൻ 1 മിൻ റഫിൻ നസ്മി വഞ്ചേരി റഫുൻ നസ്മിൻ ജറും പിന്തുടരും. പിന്നെ വാഹിദുൻ മറ്റും പിന്തുടരും എന്ത് മിൻ താരീഫി മൊത്തനിക്കിന് നെക്കിറാവുക മാരിഫാവുക. അപ്പോൾ മനൂത്ത് താരീഫ് മാരിഫാണെങ്കിൽ നാത്ത് മാരിഫായിരിക്കും, മറ്റേ നെക്കിറാണെങ്കിൽ ഇതും നെക്കിറായിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പൂരിപ്പിക്കണ്ട. ഇനി അടുത്ത് ഇൻ റഫ ലൊമീറ മുസ്തത്തിറൻ, ഒരു ലൊമീറായിട്ടുള്ള മുസ്തത്തിറ മറിഞ്ഞെടുക്കുന്ന ലൊമീറിന് റഫ് ചെയ്താൽ എത്തുബാവു ഫീസ് ഞാനി ഹംഷത്ത് മിൻ ഹംസദാഷിയൻ 5 കാര്യങ്ങളിൽ നിന്ന് 2 കാര്യങ്ങൾ പിന്നിട്ട് ഒന്ന് നോക്കുക. വാഹിദുൻ 1 ഏതാണ് മീൻ തദ്ക്കീരി താനീസ്, തദ്ക്കീർ എന്നാൽ മുദക്കറാക്കുക, ഇത് മുദക്കറായാൽ ഇത് ശേഷമുള്ള മുദക്കറോ, താനീസ് മുഹന്നസ് ആണെങ്കിൽ ശേഷമുള്ള മുഹന്നസോ. വാഹിദുൻ പിന്നെ രണ്ടാമത്തെ ഇത്
വാഹിദു മിൻ ഇഫ്രാദിൻ മുഫ്രദാക്കും. ഇത് മുഫ്രദാണെങ്കിൽ ശേഷമുള്ള മുഫ്രദോ. തസ്നിയത്തി രണ്ടെണ്ണാക്കുക. ഇത് രണ്ടെണ്ണാണെങ്കിൽ ഇത് രണ്ടെണ്ണോ. ഇത് ജമ്മാക്കുക. ഇത് ജമ്മാണെങ്കിൽ മനൂത്ത് ജമ്മാണെങ്കിൽ നാത്ത് ജമ്മായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. മനൂത്തിന് എന്താ ഉള്ളത് അതിന് ശേഷമുള്ള അതേമായിരിക്കും. ഹർക്ക് നെസ്ബാണ് നെസ്ബ്, ജറാണ് ജറ്, ജമ്മാണ് ജമ്മ്, മുഫ്രദാണ് മുഫ്രദ്. അത് രണ്ടും അങ്ങോട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞു. ഇനി ഈ റഫ ലോഹിറൻ ഔ ലൊമീറൻ ബാരിസൻ. ഇനി വ്യക്തമായിട്ടുള്ളൊരു ലൊമീറിനെ റഫ് ചെയ്താൽ ബഹു കൽ ഫീൽ, അത് ഫീലിന് അതേമാതിരി തന്നെ. ബി ഹസ്ബി ലോഹിരി, ലോഹിറിനെ പോലെ തന്നെ ലൻ മനോത്തില്ല. യജൂസു ഖത്ഉ സിഫത്തി, പൂരിപ്പിക്കണം. യജൂസു ഖത്ഉ സിഫത്തി, സിഫത്തിനെ മുറിച്ച് കളയുക, ഒഴിവാക്കുക. എപ്പം ഒഴിവാക്കാൻ പറ്റും, മുറിച്ച് കളയാൻ പറ്റും. ഇമ്മ ബി ഹക്കീക്കത്തായാൽ, ഇമ്മ ഇദ്യ ആണെങ്കിൽ താറബു സിഫത്തു റഫൻ നസ്ബൻ, റഫായിട്ടും നസ്ബായിട്ടും അത് വരാറുണ്ട്. ഞാൻ അൽഹംദുലില്ലാഹി അൽ ഹമീദി എന്നുള്ളത് റഫു നസ്ബായിട്ടൊക്കെ പറയാൻ പറ്റും. കഴിഞ്ഞു, നമ്മളെ ചാപ്റ്ററുകൾ ഫുള്ള് കഴിഞ്ഞു. നമുക്കിനി ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ നോക്കാം. സിമ്പിളായിട്ട് പെട്ടെന്ന് വിടാം. അപ്പോൾ എല്ലാവരും ഇത് ഉഷാറായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ ചിലപ്പുണ്ടെങ്കിൽ ഇടയ്ക്ക് പൗസ് ചെയ്തിട്ട് കേൾക്കാം. ഇപ്പോൾ വർത്താനം പറഞ്ഞ ആൾക്കാരോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ഓൽക്ക് വേണമെങ്കിൽ നിങ്ങൾ ഫ്രീ ടൈമിലോ വൈകുന്നേരങ്ങളിലോ ചിലപ്പോൾ ആരില്ലാത്ത സമയത്താണ് യൂട്യൂബിൽ ഉണ്ടാവും. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് സൗകര്യം പോലെ ക്ലാസ് കേൾക്കാം. ഇനിയിപ്പോൾ ഈ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ചിലവർക്ക് ഈ ബാബ് മിസ്സാണ്. അപ്പോൾ ജസ്റ്റ് അടിച്ചിട്ട് ആ ഭാഗം കിട്ടും. അപ്പോൾ ഒന്നുകൂടി കേട്ടിട്ട് എന്ത് ചെയ്യുക, തെഹ്ക്കീക്കാകാം. ഇൻഷാ അല്ലാഹ് 100 മാർക്ക് വാങ്ങണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ എന്നും ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാണ്. പിന്നെ കിതാബ് മൊത്തം അടിച്ച് പെറുക്കി ഫുള്ള് നോക്കിയിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാത്തതൊക്കെ വരും. ഏകദേശം 4-5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയാൽ ക്വസ്റ്റ്യനുകളൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 2013, 2020 വന്ന് 2021 വരുന്നുണ്ട് അതേ ക്വസ്റ്റ്യൻ, അതേ പാറ്റേൺ. അപ്പോൾ 4-5 ക്വസ്റ്റ്യൻ അതേമാതിരി അപ്പുറത്തെ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട്. അപ്പോൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഞാൻ പറയല്ലേ, മുമ്പത്തെ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ അതേ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഞാൻ അത് നോക്കിയിട്ടുണ്ട്. പിന്നെ കിതാബ് മൊത്തം അരിച്ച് പെറുക്കി വായിച്ചിട്ട് അതിലുള്ള പ്രധാനപ്പെട്ട സാധനങ്ങൾ ക്വസ്റ്റ്യൻ വരുന്ന രീതിയിൽ ക്വസ്റ്റ്യനായിട്ട് തന്നെ തന്നത്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ അർത്ഥം എഴുതാണ്ടാവും. അപ്പോൾ ഇതിൽ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ പഠിക്കുക ഉഷാറായിട്ട്. ഇനി വായിച്ച സമയം കളയണില്ല. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന മോഡൽ ഇത് എല്ലാ വിഷയങ്ങൾക്കും ഇങ്ങോട്ട് നമ്മൾ ഉസ്താമായിട്ട് ചോദിച്ചാൽ മതി. ഉസ്താമാർ കാണിച്ചു തരും. ഓരോ വിഷയങ്ങൾക്ക് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള പാറ്റേൺ ജാമ്യ അയച്ചെന്നാണ് ഉസ്താമാർ ചോദിച്ചാൽ ഉസ്താമാർ പറഞ്ഞുതരും. അത് തക്വീമുൽ ലിസാൻ, ഖത്റുന്നത, ഈ 2 വിഷയങ്ങൾ 100 മാർക്കായിരിക്കും. അതിൽ ഒന്നാമത്തെ വഫിക്ക് മാച്ച് ദ ഫോളോവിങ്, രണ്ടാമത്തെ ഇഖ്തർ സ്വയ്യ, ശരിയുള്ള ടിക്ക് ഇടാൻ, 4 ഓപ്ഷൻ കൊടുത്ത് അതിൽ ടിക്ക് ഇടാൻ, ഇക്തുബുൽ മാനൽ മുഫ്രദാത്ത്, അർത്ഥം എഴുതാൻ. അപ്പോൾ 10 മാർക്കിനുണ്ട്. അപ്പോൾ ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കിതാബ് നോക്കട്ടോ, ഞാൻ കുറച്ച് കൊടുത്തിട്ടുള്ളൂ. കിതാബ് നോക്കാം. ഇനി മസ്സിൽ ഉദാഹരണം എഴുതാൻ, ഇതിന് ഇസ്മു തഫ്ദീലിന് ഉദാഹരണം എഴുതാം, അല്ലെങ്കിൽ മിസാലിന് ഉദാഹരണം എഴുതാം, ഇതിന് ഉദാഹരണം എഴുതാം, അങ്ങനെ കൊടുക്കും. കമ്മിൽ പൂരിപ്പിക്കാൻ നമ്മൾ കുറേ മുമ്പ് പൂരിപ്പിക്കാനുള്ള കൊടുത്തിന് ഡാഷ് കൊടുത്തിട്ട് അതൊക്കെ നോക്കിക്കുക. അതല്ലാത്ത നോക്കിക്കുക, അത് നോക്കിക്കുക. ഇസ്താമിൽ ഫിൽ ജുംല മുഫീദ, ജുംല മുഫീദയിൽ പ്രയോഗിക്കുക. ഒരു വേർഡ് കൊടുത്തിട്ട് അഫ്ദല എന്നുള്ളത് അത് ഒരു ജുംലയെ പ്രയോഗിക്കാൻ. ജുംലയെ പ്രയോഗിക്കാൻ ഒന്നും വിടരുത്. ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾ അതിന് ഫീലും ഫായിലും മഫൂലും ചേർത്ത് കൊടുക്കണം. അത് ചിലപ്പോൾ ഫീലായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക, ഫായിലും മഫൂലും ചേർത്ത് കൊടുക്കുക. മറ്റേ അല്ലെങ്കിൽ ഇനി ലോരിബുന്ന് കൊടുത്ത് ലോരിബുൻ, അപ്പോൾ സെയ്ദുൻ ലോരിബുൻ, അത് മുബ്തബറാക്കുക. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് കൊടുക്കാം. അതൊന്നും വിടരുത് കേട്ടോ. പിന്നെ താരീഫ് ചെയ്താൽ പറഞ്ഞാൽ എല്ലാ പാഠത്തിനും താരീഫും പഠിച്ചേക്കണം, ഉദാഹരണങ്ങളും പഠിച്ചു. താരീഫ് ചെയ്താൽ 12 മാർക്കിനുണ്ട്. ആജീബ് ഉത്തരം എഴുതാൻ, ഇത്ര കിസ്മുകൾ എത്ര ഇനം ഏതൊക്കെ അങ്ങനെയൊക്കെ വരുന്നത്. ആരിബ് ഏറാബ് എഴുതാൻ കുറേ മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നോക്കിക്കാം. അപ്പോൾ ഏറാബ് ഒരു നിലക്കും വിടരുത്. ഞാൻ പറഞ്ഞിരുന്നു ഫീല് ഫായില് മഫൂല് അതുപോലെ തന്നെ മുക്താബറൊക്കെ വരുള്ളൂ. എന്തായാലും എഴുതണം. ഇങ്ങനെ വേർതിരിച്ച് എഴുതാം. ഇതാണ് ഹർഫാണ് ഹർഫെന്ന് എഴുതിയാൽ മതി, നെസ്ബാണ് നെസ്ബ്. ഇനി ഇക്തുബ് സലാസത്ത് പിന്നെ ആദ്യം. അപ്പോൾ 5 കിസ്മുണ്ടെങ്കിൽ 3 എഴുതാൻ, അങ്ങനെ കൊടുക്കണേ. 9 മാർക്കുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ മോഡൽ പേപ്പർ ഞാൻ ഉണ്ടാക്കിയാണ് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. മോഡൽ ബാക്കീസ് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിരും. കഴിഞ്ഞ വർഷത്തെ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. ഇത് ഞാൻ സെപ്പറേറ്റ് ഒന്നും ഉണ്ടാക്കിയെന്നുള്ളൂ. ഒന്നാമത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കേണ്ടത് പാഠങ്ങൾ മൊത്തം പഠിച്ചു കഴിഞ്ഞ് ലാസ്റ്റാണ് നോക്കേണ്ടത്.
ഇത് നിങ്ങൾ ഇപ്പോൾ തന്നെ നോക്കരുത്. ക്വസ്റ്റ്യൻ ഇതൊക്കെ കയ്യിൽ വന്നിട്ടുണ്ട്, കിതാബിൽ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഷോർട്ടൊക്കെ അങ്ങനെ വന്നത്. അപ്പോൾ നിങ്ങളത് പഠിച്ചാൽ തന്നെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ എന്തെങ്കിലും വരിക. അപ്പോൾ നിങ്ങൾ എല്ലാ വിഷയങ്ങളും ഫുള്ള് പഠിച്ചതിന് ശേഷം ലാസ്റ്റ് ഇത് നോക്കുക, നിങ്ങളൊരു എക്സാം നടത്തി നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക, അത് ചെക്ക് ചെയ്യാനുള്ളതാണ്. ഇപ്പം തന്നെ നോക്കിയിരുത്, അതിന് ഉത്തരം ഇപ്പം തന്നെ ഇത് നോക്കി നേരെ നോക്കി ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കരുത്. ഇത് നിങ്ങളൊരു എക്സാമായിട്ട് നടത്തണം. ഒക്കെ പഠിച്ചതിന് ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, പേപ്പർ പെൻ എടുത്തിട്ട് ഇതിലിങ്ങനെ ഫില്ല് ചെയ്ത് വേണം, കാണാതെ മറ്റേ നിങ്ങൾ ഇപ്പം തന്നെ ഉത്തരം ഇവിടെ ഇതാണ്, അത് നോക്കിയിട്ട് എഴുതിയെടുക്കുക, അതിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ പഠിയില്ല. നിങ്ങൾ പഠിച്ചതിന് ശേഷം ലാസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു മണ്ടയിലുണ്ടാവും. ഓക്കെ, ഒന്നാമത്തെ മാച്ച് ദ ഫോളോവിങ്, ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേണം സ്ഥാനോട് ചോദിച്ചാൽ മതി, ഞാൻ അപ്പോൾ പറഞ്ഞു തരുന്ന കുറേ ടൈം പോകും. രണ്ടാമത്തെ താരീഫ് ചെയ്താണ്, തനാസ് മുസ്താസ് തർഹീം ഇതൊക്കെ ഉണ്ട്, അതിനൊക്കെ താരീഫ് ചെയ്താൽ. മൂന്നാമത്തെ പൂരിപ്പിക്കാൻ തമീസ് എന്താണ്, ഡാഷ് താരീഫാണ്. മഫൂൽ ബി ലഹു എന്താണ്, മസ്തൂറും ഡാഷ് ഫതിലത്തിന് ഞങ്ങളുടെ ഡാഷ്. ഇനി മൂന്നാമത്തെ ജാലു റഫ് ഫായിലിനാക്കി എന്നിട്ട് എന്തുകൊണ്ടാണ്, നസ്ബൽ മഫൂൽ നസ്ബാക്കി എന്തുകൊണ്ട്. ഇനി അടുത്ത 4 മിൻ അസ്മായിലെത്തി അമലു അമൽ ഫീൽ, ഇസ്മുകളുണ്ട് അമലിൽ അതേ ഫീലിൽ അതേ അമൽ ചെയ്യുന്ന ഇസ്മുകൾ ഏതൊക്കെയാണ്, ഡാഷ്. അൽ ഹാലി നൗആനിൻ, ആലിൽ 2 എണ്ണം ഏതൊക്കെയാണ്. ലുആത്തുമായി എന്തളിറോ ലുആത്തുമല്ല എന്തളിറ എന്താണ്, അതുണ്ട്, അത് എഴുതാം. ഇനി അജിബ് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. അക്സാമുൽ മഫൂലി കംഹിയ, മഫൂലിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്, എത്രണ്ണാണ് ഏതൊക്കെയാണ്. ഷുറൂത്ത് തർഹീമിൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ്. തമീസ് ദൊർബാനി 2 എണ്ണമാണ് തമീസ്, ഉദാഹരണവും കൂടുതൽ എഴുതാം. അക്സാമുൽ മുനാദ കംഹിയ മാഹിയ, മുനാദയുടെ കിസ്മ ഏതൊക്കെയാണ് എത്രണ്ണാണ്. ലോബിത്തുൽ മസദുൽ കൂലി, കൂൽ മസല ഏതൊക്കെയാണ് എന്താണ് വിശദീകരിക്കാൻ ഉദാഹരണം ഇതാ. ഇഖ്തർ സൊയ്യ, നമ്മൾ ശരിയുള്ള എടുത്ത് ചെയ്താണ്, ഞാൻ 2 കൊടുത്തിട്ടുള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കിയുണ്ട്. നോക്കും കാര്യങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. അദാത്തുൻ ഇതായി യാവ് വാവ് ബാഗ്, ഇതിൽ ഏതാ ടിക്കിടാൻ. ഷർത്തുൽ ഹാല്, ഹാലിൻ്റെ ഷർത്ത് എന്താണ്, ടിക്കിടുക. അങ്ങനെ ഓരോന്നും ചെയ്യുക. പിന്നെ 3 എണ്ണം എഴുതുക. മീൻ ഫവായിദ് നായത്തി, നായത്തിൻ്റെ ഫായിദകളിൽ നിന്നുള്ള കുറേ 5-6 ഉണ്ട്, അതിന് 3 എണ്ണം എടുത്ത് ചെയ്തുക. ഹിയമാൽ മസ്തർ, ഈ മസ്തറിന് അമൽ ചെയ്യുന്ന ഷർത്തുകളിൽപ്പെട്ട 3 എണ്ണം ഇത്. 6 ലുആത്തുണ്ട്, സിത്തു ലുആത്തും മുത്തകല്ലിമിലേക്ക് മുലാഫയും മുനാദയും, അതിലുള്ള 6 ലുആത്ത്, അതിൽ 3 എണ്ണം ഇത്. ലാത്തു ജാമിൽ ഇല്ല, മുലാഫും അല്ലും ഒരുമിച്ച് കൂടില്ല, 5 സ്ഥലങ്ങളിലല്ല, 5 സ്ഥലങ്ങളുണ്ട്, അതിന് 3 എണ്ണം ഇത്. അതിലൊക്കെ ചെറിയ ഷോർട്ട് ഉണ്ടല്ലോ, അതൊക്കെ പഠിച്ചേക്കുക. സി ഉൽ മുബാലാത്ത്, മുബാലാത്തിൻ്റെ സിയ എന്താണ് എഴുതുക. എന്നിട്ട് മാൽ ബിസാലി ഉത്തരത്തിനോട് കൂടെ എഴുതുക. ഇനി അടുത്ത് മസിൽ ഉദാഹരണം ഇതാണ്, ഇത് കുറേ കൊടുത്തിന്, അതിൽ 2-3 വരുള്ളൂ, എല്ലാം ഒരു ഓർഡർ ഇട്ടാണ്. അദഫ് അറഫു തർഹീമ്, ഒരു അറഫ് കളയപ്പെട്ട തർഹീമിന് ഒരു ഉദാഹരണം. തമീസ് മുഫസറുൽ മുഫ്രദ്, തമീസ് 2 ഉണ്ട്, മുഫസറുൽ മുഫ്രദിന് ഉദാഹരണം. തനാസും ഫിലാമൽ, അതിന് ഉദാഹരണം. മൻദൂബുൻ മുത്തഫജുൻ അലൈ, മൻദൂബിന് ഇലാഫത്തുൽ ലഫ്ലിയക്ക് ഉദാഹരണം. കത്തുൻ ഇസ്താമിൽ ഫിൽ ജുംല, ജുംലയെ പ്രയോഗിക്കാൻ. ഖല എന്നുള്ളൊരു അർഫാണ്, അത് ജുംലയെ പ്രയോഗിക്കുക. ഇല്ല, ഹയാത്ത, ഫീൽ, മദ്റൂബ്, ഇതൊക്കെ എന്ത് ജുംലയെ പ്രയോഗിക്കുക. ഒരു ജുംല ഉണ്ടാക്കുക, ഫീല് ഫായിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ മുബ്തദ എന്താണോ മാച്ച് ചെയ്ത് വെച്ചിട്ട് അർഫാകുമ്പോൾ അതിന് ജെറിൻ്റെ അർഫാണ്, ജെറിൻ്റെ അതിൽ വെക്ക് കൊടുക്കുക. ഇനി ബയ്യിൻ വിശദീകരിക്കാൻ. യജൂസു ഇദാ തനാസ ആമിലാനി വജ്ഹാനി, ഫസ്റ്റത്തെ പാഠത്തിൽ ഫസ്റ്റത്തെ 2ാമത്തെ ക്വസ്റ്റ്യനാണ്. അമൽ എതിരായ 2 അഭിപ്രായം ഉണ്ട്, നിങ്ങൾ ആലോചിക്കുക, 2 ആൾക്കാരുടെ അഭിപ്രായം. ഇനി കൈഫ റഹ്മ ഫാത്തിമ എന്നുള്ള അങ്ങനെ തർഹീം, നമ്മൾ പറയും തർഹീം ചെയ്യേണ്ട എങ്ങനെ, ഒരു 7 കൊടുത്തിട്ട് ലുആത്തുമ എന്തള്ളറു ലുആത്തുമല്ല എന്തള്ളറു അങ്ങനെയാണ്. പിന്നെ ഇസ്മുക്കാനും മുബഹമ് 3 കിസ്മുണ്ട്, കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ മൈൻഡിക്ക് വരണങ്ങളെ. പിന്നെ മാഹി അനൂബൻ മസ്തരി ഫിൽ മഫുൽ മുത്തലക്ക്, മഫുൽ മുത്തലക്കിൽ പകരമായി വരുന്നത്, മസ്തറിനെ തൊട്ട് പകരമായിട്ട് വരുന്ന കാര്യങ്ങളെന്ത്. മാഹുവ ഷർത്തുൽ മഫൂൽ, മഫൂലിൻ്റെ ഷർത്ത് ഏതൊക്കെയാണ്. ഇലാഫത്ത് കിസ്മായി 2 ഉണ്ട്, ഏതൊക്കെയാണ്. ഇലാഫത്ത് 2 ഉണ്ട്, ഏതൊക്കെയാണ് ഒക്കെ ചെയ്താൽ ഉഷാറായിട്ട് ചെയ്ത്. ഞാൻ അടുത്ത ലാസ്റ്റ് ഇറാബ് ചെയ്താൻ ഫിൽ മൈദാൻ ഇഷറൂന, അതൊക്കെ മുമ്പ് വന്നു തന്നെ. അപ്പോൾ ഇതിനൊക്കെ ഉഷാറായിട്ട് ഇറാബ് ചെയ്താൽ. അപ്പോൾ ഞാൻ ഒന്നും വിടരുത്. ഇപ്പോൾ നിങ്ങൾ പഠിച്ച് ലാസ്റ്റാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് എഴുതേണ്ടത്. എക്സാമൊക്കെ കഴിഞ്ഞ് പഠിച്ചൊക്കെ കഴിഞ്ഞ് എക്സാമിന് മുമ്പ്, ഇനി ഇപ്പോൾ എക്സാം രാവിലെ ആണെങ്കിൽ തലേന്ന് രാവിലെ പോയി എഴുതാൻ നിൽക്കണ്ട, ഒരു പഠിച്ചൊരു തലേന്നൊക്കെ രാത്രിയൊക്കെ ആയിട്ട് എഴുതുക. അപ്പോൾ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകളായിരുന്നു. അപ്പോൾ ഈ വിഷയം ഉഷാറായി പഠിക്കുക, അങ്ങനെ എല്ലാ വിഷയത്തെയും സ്നേഹിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, കൂട്ടമായിട്ട് ടീമായിട്ട് പരസ്പരം പറഞ്ഞു പഠിക്കുക. അപ്പോൾ പെട്ടെന്ന് മെമ്മറി നിൽക്കാനുള്ള ഒരു ഇതാണ് എന്ത്, നിങ്ങളൊരു ഒരു സാധനം പഠിച്ച് അപ്പോൾ അടുത്തുള്ളവർക്ക് ഷെയർ ചെയ്യാം. അതിനാൽ മുനാദ 2 ഉണ്ട്, മുനാദ മുലാഫ്, മുനാദ ഷിബു മുലാഫ്, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എനിക്കറിയോ മുനാദ 2 ഉണ്ട്, അങ്ങനെ പരസ്പരം അങ്ങോട്ട് പറഞ്ഞു പഠിക്കുമ്പോൾ നമ്മളെ മൈൻഡിലുണ്ടാവും. മറ്റെങ്ങനെ കാണാൻ പഠിക്കാനായിട്ട് ട്രിക്ക് അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉഷാറായിട്ട് എല്ലാ വിഷയങ്ങളും പഠിക്കുക, ടീമായിട്ട് പഠിക്കുക. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഈ വിഷയങ്ങൾക്ക് മാത്രമല്ല എല്ലാ വിഷയങ്ങൾക്കും മുൻ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അപ്പോൾ ഒരു മോഡൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ പാറ്റേൺ ഉണ്ടാവും, ഏതൊക്കെ രീതിയിലാണ് ചോദ്യം വരിക എന്നല്ല നെവിനെ കാണിച്ചതിന് എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം
ഉസ്താദിനോട് ചോദിച്ചിട്ട് പഠിക്കുക, ഉഷാറാക്കുക. ഓൾ ദി ബെസ്റ്റ്. ഞാൻ നിർത്തണം. എല്ലാവരും പ്രത്യേകം ദ്വായിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ ഇൻഷാ അല്ലാ നമ്മൾ വരും ഓഗസ്റ്റിൽ, ഏകദേശം ജൂലൈ ലാസ്റ്റിക്ക് ലീവ് ഉണ്ടാവും, ഓഗസ്റ്റിൽ നാട്ടിലുണ്ടാവും, 1.5 മാസത്തിനടുത്ത് നാട്ടിലുണ്ടാവും. ഇൻഷാ അല്ലാ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ദ്വായിലൊക്കെ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും. വീഡിയോ കുറേ മുമ്പ് എടുത്ത് വെച്ചിരുന്നു, പക്ഷേ എൻ്റെ ഫോണിൽ ഞാൻ കുറേ ട്രൈ ചെയ്തു. 2 ദിവസം മുമ്പ് തന്നെ ഞങ്ങളെ മോഡൽ എക്സാം കിടക്കുന്ന സമയത്ത് തന്നെ വിടാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ ഒരു പ്രശ്നം പറ്റി, എത്ര ആയിട്ട് വിടാൻ കഴിയണില്ല. അപ്പോൾ 2 ദിവസമായിട്ട് അതിൻ്റെ പിന്നിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. എന്നിട്ട് എൻ്റെ ഫോൺ മാറ്റി വേറെ ആളെ ഫോണിൽ നിന്നാണ് ഇപ്പോൾ ഇടുന്നത്. എൻ്റെ എന്തോ ഇവിടുന്ന് രാജ്യന്മാരെന്തോ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ വേറെ ആളെ ഫോണിൽ നിന്ന് പിന്നെ കയറ്റി അങ്ങനെയൊക്കെ ഇടുന്നതാണ്. അതാണ് ടൈം എടുത്തത്. ഏതായാലും നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇൻഷാ അല്ലാ. ക്ലാസ് അവസാനിച്ചു, ഞാൻ പോവാണ്. നമ്മൾ ഫുഡിൻ്റെ സമയമാണ്. ഇവിടെ നിസ്കാരം ഏകദേശം മഗ്‌രിബ് കൊടുത്തില്ല. ഇവിടെ ഇപ്പോൾ സമയം 8:30 ആയിട്ടുള്ളൂ. 8:30ക്കാണ് മഗ്‌രിബ്. അപ്പോൾ 8 മണിക്കൊക്കെ ഭക്ഷണമാവും. ഭക്ഷണം കഴിക്കാൻ പോവാണ്. നമ്മളെ ക്ലാസ്സാണിത്. എന്നാൽ നേരത്തെ കാണിച്ചു തന്നിരുന്നല്ലോ. നമ്മൾ കോളേജ് അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുക. എല്ലാവർക്കും ഉന്നത വിജയം അല്ലാഹ് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാ. ഇവിടെ ഇപ്പോൾ മഗ്‌രിബ് 8:30ക്കാണ്, കഴിഞ്ഞാൽ ഇശാക്ക് 10:30ക്കാണ്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ. സമയം ഇങ്ങനെ മാറുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ സുബിയൊക്കെ രാവിലെ 7 മണിക്കൊക്കെ ഉള്ള സമയമുണ്ട്. അങ്ങനെ മാറും ഇൻഷാ അല്ലാ. ഏതായാലും കാണാം.